എന്റെ പേരെന്താ? ഞാൻ ഇതൾ. സൈലന്റ് റെക്കോർഡ് ആകുന്നുണ്ട്. Good morning. Good morning. Good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Archana. Good morning. Very good. Good morning, Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. പാട്ട് പാടാൻ തുടങ്ങുമായിരുന്നോ? ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ പാട്ട് പാടുന്നു. Okay. So please. Prayer, dance, song എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ ആയിക്കോളൂ. പ്രയർ. ലോകൈകനായക രക്ഷിക്ക് ഞങ്ങളെ മഹിതമാമ്പത്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ട് ശുദ്ധി ചിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ലോകൈകനായക രക്ഷിക്ക് ഞങ്ങളെ മഹിതമാമ്പത്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ട് ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർത്ഥ സാഗരമാക്കി. സമഭാവ സർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാർദ്ര സാഗരമാക്കി. കൈകോർത്തു യോജിച്ചു മുന്നോട്ടു പോകാൻ കാരുണ്യവാനീ സൽബുദ്ധികു. ലോകൈകനായക രക്ഷിക്ക് ഞങ്ങളെ മഹിതമാമ്പത്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. ജനതൻ ചിന്തയിൽ കൺമണിയായി നിതരാമസിക്കാം പരം പൊരുളേ നീ. ജനതൻ ചിന്തയിൽ കൺമണിയായി നിതരാമസിക്കാം പരം പൊരുളേ നീ. ജനതൻ മാനസ കൂരിരുൾ നീക്കി ധവള പ്രകാശം ചുരിയു നീയും. ലോകൈകനായക രക്ഷിക്ക് ഞങ്ങളെ മഹിതമാമ്പത്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ട് ശുദ്ധി സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. സ്ഥിരമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി. Very nice. Okay. എന്താണുള്ളത്? Like work for the day and what was it? Signing. Yes. ഒന്നുമില്ലേ? എന്ത് പറ്റി? ആരും മിണ്ടുന്നില്ല. വാവകളൊക്കെ അടുത്തുണ്ടല്ലോ. അവർക്കെന്തെങ്കിലും പറയണ്ടോ? Okay. People are rewarded in public for what they practice for years in private.
ടോണി റോബിൻസ്. താങ്ക് യു മാം. മാം സൈനിങ് ഉണ്ട്, ഞാനല്ല മോളാട്ടോ. മോളൊരു അന്ന് വാനക്കോണിയെ നിന്ന് നിന്നൊരമ്പിളി അമ്പിളി കരയ്ക്കുള്ളില് ആമ കുഞ്ഞനാ ആമ കുറമ്പരന്ന് നെഞ്ചത്തെ ചില്ലമായി പവനങ്ങൾ കയറി തിരത്തേൽ നിങ്ങൾ പറഞ്ഞില്ല ആകാശ നക്ഷത്രങ്ങൾ താങ്ക് യു. വെരി ഗുഡ് മോൾ. മോളല്ലേ? താങ്ക് യു. നന്നായിട്ടുണ്ടോ? താങ്ക് യു. എത്ര പ്രാവശ്യം താങ്ക് യു പറയണം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, വെരി നൈസ്. ലവ്ലി. ഓക്കെ പ്ലീസ്, നിങ്ങളുടെ റെക്കോർഡ് റൈറ്റിംഗ് എവിടം വരെയായി? സെക്കൻഡ് റെക്കോർഡ് സെക്കൻഡ് റെക്കോർഡ് റെക്കോർഡ് പകുതിയായി. ആണോ? കംപ്ലീറ്റ് ആകാത്തവരുണ്ട് മാം. നമുക്കൊരു ഡ്യൂ ഡേറ്റ് ഇല്ലാത്തോണ്ട് ഒരു ചൂടില്ല സത്യം പറഞ്ഞാല്. എഴുതുള്ളൂ കേട്ടോ, കാരണം വൈവ സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. വൈവ സമയത്ത് എനിക്കെല്ലാം കംപ്ലീറ്റ് ആയി തന്നെ കാണണം. മാം ഞങ്ങൾക്കൊരു ഡ്യൂ ഡേറ്റ് പറയോ? കാരണം ഒരു ചൂടില്ല. ഞങ്ങളിൽ ചിലര് സ്കൂളിൽ പോവാൻ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് ജൂണിൽ മുതല്. അപ്പോ ആ സമയത്ത് വൈവ നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. എക്സാം മീൻസ് സംടൈംസ് ഇൻ ബിറ്റ്വീൻ ദ എക്സാം ഒക്കെ നടക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ്. ലൈക്ക് നമ്മുടെ ടൈം കംപ്ലീഷന്റെ ടൈം ഡിലേ ആകുന്നതിന്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. കാരണം എന്റെ ടോപ്പിക്സ് ആണ് ഇപ്പൊ ഒത്തിരി ബാക്കില്. അത് തീരാനും പാർട്ട് 3യിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മള് അതിന് ടൈം എടുക്കും. സോ പ്ലാൻ ചെയ്യുന്നതിനെ വെച്ചാല് പാർട്ട് 4 കഴിയുമ്പോൾ, അതായത് ഞാൻ പാർട്ട് 3 എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീച്ചേഴ്സ് ഓൾമോസ്റ്റ് പാർട്ട് 4 കംപ്ലീറ്റ് ആവും ആ മോഡ്യൂൾ 1ലെ. ഇപ്പൊ മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണല്ലോ. മോഡ്യൂൾ 3 ലൈക്ക് പ്രാക്ടിക്കൽസ് ആണ്. മോഡ്യൂൾ 3 എക്സാം ഒന്നുമില്ല, പ്രാക്ടിക്കൽസ് ആണ്. അപ്പൊ മോഡ്യൂൾ 3 അവര് പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. അത് കഴിഞ്ഞ ഒരു 4th ബാച്ചിന്, അതായത് MT4 വന്നപ്പോ അവർ വരുന്നതിന് മുമ്പ് തന്നെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോൾ തന്നെ നമുക്ക് വൈവ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അന്നത്തെ ദിവസം റെഡി ആയിട്ടുള്ളവർക്ക് അന്ന് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം ഒരു 10 to 12 ട്രെയിനീസ് അന്നത്തെ ദിവസം വൈവ കംപ്ലീറ്റ് ചെയ്തിട്ടാ പോയത്. അപ്പൊ വൈവ ടൈമിൽ നിങ്ങളുടെ റെക്കോർഡ്സ് കംപ്ലീറ്റ് ആയിരിക്കണം. അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ് എല്ലാം, ടീച്ചിങ് മെറ്റീരിയൽസ്, ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ, അതെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. പിന്നെ യെസ്, ദാറ്റ്സ് ഓൺലി. അപ്പോ റിലേറ്റിംഗ് വിത്ത് ഇതിന്റെ സ്പ്ലിറ്റപ്സ് ഓൾറെഡി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സബ്ജക്റ്റിന്റെയും തിയറിയുടെയും പ്രാക്ടിക്കലിന്റെ സ്പ്ലിറ്റപ്സ് തന്നിട്ടുണ്ട്. പ്രാക്ടിക്കല് ഡിപ്ലോമ PG കോമൺ ആയിട്ട് 5 എണ്ണം ഉണ്ടാവും. PGക്ക് എക്സ്ട്രാ ഒരു പ്രാക്ടിക്കലും കൂടി ഉണ്ട്. ദാറ്റ് ഇസ് സെമിനാർ ഓർ അസൈൻമെന്റ്. നമുക്ക് ക്ലാസ് അധികം ടൈം കിട്ടുവാണെങ്കിൽ ക്ലാസ്സിൽ തന്നെ നമുക്ക് സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യേണ്ടവർക്ക് സെമിനാർ ആയിട്ട് കണ്ടക്ട് ചെയ്യാം. ഇനി ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റാത്ത റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നതെങ്കിൽ അവർക്ക് അത് റിപ്പോർട്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം, വൈവയുടെ ടൈമിൽ പ്രസന്റ് ചെയ്യാം. അതല്ല, സെമിനാർ അല്ല, അസൈൻമെന്റ് ആയിട്ട് ചെയ്യാനാണ് കംഫർട്ടബിൾ എങ്കിൽ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. അപ്പൊ ടൈമിനനുസരിച്ച്, കാരണം നമുക്ക് ക്ലാസ്സിൽ എത്രത്തോളം സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് അറിയില്ല. കാരണം നിങ്ങൾ മിക്കവാറും 6, 7, 8 ബാച്ചുകളൊക്കെ ഒരുമിച്ചായിരിക്കും PG സെഷൻ. അപ്പൊ അങ്ങനെ വരുമ്പോ അത്രയും കുട്ടികൾ വരുമല്ലോ. അപ്പൊ ഇത്രയും പേരുടെ ഒരു സെമിനാർ അതിനകത്ത് നടക്കുമോ എന്നുള്ളത്. വൈവ ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആണ്. ഫേസ് ടു ഫേസ് ത്രൂ ഗൂഗിൾ മീറ്റ്, ഫേസ് ടു ഫേസ് 10 minutes ആയിരിക്കും. ബട്ട് ആ 10 minutes കൊണ്ട് വി ഓൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെദർ യു ആർ ജെനുവിൻ ടു ദി കോഴ്സ്. മോണ്ടിസോറി മെത്തേഡ് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉള്ളതും നമ്മൾക്ക് അറിയാനായിട്ട് പറ്റും. സോ ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് യുവർ പെർഫോമൻസ് വി വിൽ പുട്ട് ദ മാർക്സ്. മാം അത് ഒരു കാര്യം ചോദിച്ചിട്ടാ മാം, ഈ വൈവ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ബേസിൽ അങ്ങനെയാണോ, അതോ നമുക്കൊരു ടോപ്പിക് എന്നിട്ട് നമ്മള് എങ്ങനെയാ അത്? നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷന്റെ ഡിവിഷൻ കണ്ടിട്ടുണ്ടോ? അത് ഷെയർ ചെയ്ത് തന്നിട്ടില്ലേ? സബ്ജക്ട്സിന്റെ ഡീറ്റെയിൽസ്. തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ പ്രാക്ടിക്കലും സ്പ്ലിറ്റപ്പ് കാണാലോ. അപ്പാരറ്റസ്,
ടീച്ചിങ് അപ്പാരറ്റസ് ഒരു സെഷൻ, പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ അടുത്ത സെഷൻ, പിന്നെ ടീച്ചിങ് എയ്ഡ്സ് അടുത്ത സെഷൻ, ദെൻ റെക്കോർഡ്സ് ഒറ്റ സെഷൻ, റിപ്പോർട്ട്സ് ഓർ അസൈൻമെന്റ് അടുത്ത സെഷൻ. ഈ ഓരോന്നിനും 100 മാർക്സ് ആണ്. റെക്കോർഡ് കംപ്ലീറ്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് 100 മാർക്സ്. റെക്കോർഡ് കംപ്ലീറ്റ് മീൻസ് അതിൽ നിന്നും ചിലപ്പോൾ ഏതെങ്കിലും റൈം നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഏതെങ്കിലും സ്റ്റോറി നറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ഏതെങ്കിലും ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ അസൈൻമെന്റ്സ് ഏതെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന അസൈൻമെന്റ് കണ്ടന്റ് ബ്രീഫ് ചെയ്യേണ്ടതായിട്ട് 10 മിനിറ്റിൽ നടക്കണമല്ലോ. പിന്നെ സർവേയുടെ അനാലിസിസ് ആൻഡ് യുവർ പേഴ്സണൽ ഒപ്പീനിയൻ എല്ലാം. സർവേ നിങ്ങൾക്ക് തന്നോ, ഡീറ്റെയിൽസ് തന്നോ? ഇല്ല, ഡീറ്റെയിൽസ് തന്നില്ല മാം, പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ ഓക്കെ, സർവേയുടെ അത് വരും. പിന്നെ ടീച്ചിങ് എയ്ഡ്സിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ടാക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ആണ്. പിന്നെ പിക്ചർ കാർഡ്, നമ്പർ കാർഡ്, കളർ കാർഡ്സ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും. അപ്പൊ എന്നോട് കുറെ പേര് ചോദിച്ചു ഇത് ഞങ്ങള് വാങ്ങിക്കട്ടെ എന്ന് ചോദിച്ചു. ലൈക്ക് ഈ ഫ്ലാഷ് കാർഡ്സ് ഒക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, വാങ്ങിക്കണ്ടെന്നൊന്നും ഞാൻ പറയുമൊന്നുമില്ല. ബട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആണ് അവിടെ വാല്യൂ ചെയ്യുന്നത്. എങ്ങനെ നിങ്ങൾ ഫൈനായിട്ട് അത് ഉണ്ടാക്കുന്നു, നിങ്ങളുടെ ഒരു ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെയാണ് അവിടെ വാല്യൂ ചെയ്യുന്നത്. പിന്നെ ഇനി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പിന്നെ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഫ്ലവർ വേസ്റ്റ്, ഫ്ലവേഴ്സ്, ബർത്ത്ഡേ കാർഡ്, ബർത്ത്ഡേ ക്യാപ്പ്, അങ്ങനെ എന്തും നിങ്ങൾക്ക് ചെയ്യാം. പേപ്പർ വർക്ക്, പേപ്പർ ക്രാഫ്റ്റ്, ഒറിഗാമി, അങ്ങനെ അറിയാവുന്ന എന്താ പറയാ ഫാബ്രിക് പെയിന്റിങ്, ഗ്ലാസ് പെയിന്റിങ്, അങ്ങനെ എന്തൊക്കെ അറിയാമോ അതെല്ലാം ചെയ്യാം സമയം അനുസരിച്ച്. ബട്ട് ഇതിൽ ഏറ്റവും നിർബന്ധമായിട്ടും മോണ്ടിസോറി മെറ്റീരിയൽസ് വരുന്നത് കഴിഞ്ഞ ബാച്ചുകളിലുള്ളവരൊക്കെ സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ചെയ്തു. മലയാളവും ചെയ്തിട്ടുണ്ട്, കാരണം ചില സ്കൂളുകളിൽ മലയാളം പഠിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് മലയാളത്തിലും ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ദെൻ പിന്നെ ഡ്രസ്സിംഗ് ഫ്രെയിംസ് ചെയ്തിട്ടുണ്ട് പലരും. പിന്നെ അതുപോലെ തന്നെ പിങ്ക് ടവർ, അതൊക്കെ നിങ്ങൾക്ക് ഇനി പ്രാക്ടിക്കൽ സെഷൻ വരുമ്പോൾ മാം പറയും. നിങ്ങൾക്കും അപർണ മിസ് ഒക്കെ ഉള്ളതല്ലേ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അതൊക്കെ വെച്ചോളൂ. പിന്നെ ഇപ്പൊ റൈംസിന്റെ റെക്കോർഡാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് വിത്തിൻ 1 or 2 weeks ഇറ്റ് വിൽ ബി കംപ്ലീറ്റഡ്, റൈറ്റ്? പകുതി പേരൊക്കെ കംപ്ലീറ്റ് ചെയ്തു മിക്കുള്ളവരും കംപ്ലീറ്റ് ചെയ്തു. ഒരു ഡ്യൂ ഡേറ്റ് പറഞ്ഞാൽ ആ ഡേറ്റിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും മാം. കറക്റ്റ് ഒരു ഡേറ്റ് പറയും മാം, അപ്പൊ നമുക്ക് ഇന്നെന്താ 12th ആയില്ലേ, നെക്സ്റ്റ് 22nd ആവുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ആവോ? മാം എന്റെ പിങ്ക് ടവർ കളർ അടിച്ചത് പിങ്ക് റെഡ് ആട്ടോ, കുഴപ്പമുണ്ടോ? ഞാൻ കണ്ടു ആ വീഡിയോ, ഞാൻ കൊടുക്കുകയും ചെയ്തത്. എന്തിനാ അതിനകത്ത് കളർ അടിച്ചെന്ന് ഞാൻ വിചാരിക്കും. ഞാൻ ഫോട്ടോ ഇട്ടിട്ടല്ലേ ഉള്ളൂ, അല്ലാണ്ട് ഞാൻ എവിടെ ഇട്ടിട്ടില്ലത്. വീഡിയോ ആണോ ഫോട്ടോ ആണോ? വീഡിയോ ഞാൻ കണ്ടു, ഒരു ഷോർട്ട് വീഡിയോ. നിങ്ങളുടെ വേറെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ഓർക്ക് പിങ്ക് പേപ്പർ ആണ്, എന്നിട്ട് പിങ്ക് പേപ്പർ തന്നെ യൂസ് ചെയ്തിട്ട്. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ സുമയ പ്ലീസ്? താങ്ക് യു. അപ്പം അതിൽ വീണ്ടും കളർ അടിക്കണേ എന്തിനാന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. നമ്മളുടെ ലൈറ്റ് പിങ്ക് തന്നെയാണ്, കുറച്ചുകൂടെ ബ്രൈറ്റ് ആണെന്നേ ഉള്ളൂ. അത് തന്നെയാണ് പിങ്ക് ടവറിന്റെ കളർ. അത് പിന്നെ വേറൊരു കളർ അടിച്ചു വെച്ചതിന് കാണിക്കാനുണ്ടോ? റസ്മിയാണ് മാം അത് ചെയ്തത്. ആണോ? കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാൻ ചെയ്തായിരിക്കും അല്ലേ? കാരണം ഭയങ്കരമായിട്ട് അത് ഡിഫറൻസ് ആയിട്ടിരിക്കും. അത് വീഡിയോയില് ആ കളറാ മാം, പക്ഷെ ശരിക്കും ആ പിങ്ക് കളർ തന്നെയാ വരുന്നത്. വീഡിയോ എടുക്കുന്ന കളർ ലൈറ്റ് കളർ ഒന്നുകൂടെ ഡാർക്ക് ആക്കിയത് കുറച്ചുകൂടെ. അത് പിന്നെ വേറെ വിഷയമുണ്ട്, ചാർട്ട് തികഞ്ഞില്ല. അപ്പൊ ഞാനൊരു പീസ് വൈറ്റ് വെച്ചിട്ടാ ചെയ്തേ. 4 ക്യൂബും സെയിം കളർ ആവാൻ വേണ്ടിട്ട് വീണ്ടും പിങ്ക് അടിച്ചു ഒന്നുകൂടെ, എല്ലാ ക്യൂബും ഒരു കളർ ആക്കിയത്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തേർഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. മാം സെക്കൻഡ് റെക്കോർഡിന്റെ ഡേറ്റ് എപ്പോഴാ പറഞ്ഞേ? 22nd. ഇന്ന് തുടങ്ങി 10 ദിവസം. മാം 30ക്ക് ചെയ്താൽ മതിയോ? എന്റെ മോന്റെ സുന്നത്താക്കിയിട്ടുണ്ട്, അപ്പം എന്റെ അടുത്ത് നനങ്ങാനേ പറ്റുന്നില്ല. മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ടൈം ചോദിക്കുന്നത്. നിങ്ങൾ പറയാതെ വന്നോണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ
ഏറ്റവും ലീസ്റ്റ് ടൈമിൽ ചെയ്യുക. ടൈം ഉണ്ടെന്ന് നീട്ടി വെച്ചിട്ടേ. കാരണം എനിക്ക് ചിലരുടെ ഒക്കെ വന്ന് വൈവയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നും, അവര് ചെയ്തിട്ടില്ല. ഫ്രം ദ ബിഗിനിങ് തന്നെ അവർക്ക് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതാ. ചെയ്യാത്തവർക്ക് മാർക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഏറ്റവും മിനിമം ഇടാൻ പറ്റുള്ളൂ 3600. സോ ഹൗ വി ക്യാൻ. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. ഈ ചെയ്യേണ്ട വർക്കുകളൊന്നും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ സമയമുള്ളവർ അതനുസരിച്ച് ചെയ്തേനെ. ഇനിയിപ്പം ജൂൺ മുതൽ നമുക്ക് പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്പിനൊക്കെ പോകണ്ടേ. ഞാൻ ജൂണിൽ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒട്ടും സമയം കാണത്തില്ല. അപ്പോൾ വെക്കേഷൻ സമയത്ത് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ചെയ്ത് തീർക്കാനും സമയമുള്ളതനുസരിച്ച്. ഓക്കെ, ജൂൺ എന്തായാലും പകുതി കഴിയുമ്പോഴല്ലേ പോകാൻ പറ്റുള്ളൂ. ഇനി ജൂൺ ഫസ്റ്റ് വീക്ക് ഒക്കെ അഡ്മിഷന്റെയും അതും ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന്റെ ഒക്കെ ഒരു ഇതല്ലേ. അപ്പൊ ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റൊക്കെ സംബന്ധിച്ചു. ഞാൻ അത് പറയാൻ കാരണം പാർട്ട് 3 ആയിട്ട് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം യു ഡോണ്ട് നോ ഏറ്റവും നല്ല ടൈം ഇപ്പൊ മാം പറഞ്ഞില്ലേ, ഏറ്റവും നല്ല ടൈം ഏതാ നമ്മൾ ഇന്റേൺഷിപ്പിന് പോകേണ്ടതിന്റെ ഏറ്റവും നല്ല ടൈം? ഒന്നെങ്കിൽ കോഴ്സ് കഴിഞ്ഞിട്ടാണ്, കോഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. ബിറ്റ്വീൻ ദ കോഴ്സ് ആണ് ശരിക്കും ചെയ്യേണ്ടത്. പിന്നെ പലരും കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ചില പേഴ്സണൽ ഇഷ്യൂസ് ലൈക്ക് പ്രഗ്നന്റ്, ഡെലിവറി കഴിഞ്ഞ ഉടനെ അങ്ങനെയുള്ളവരൊക്കെയാണ് നീട്ടി വെക്കുന്നത്. ഏറ്റവും നല്ലത് നമ്മൾ എടുക്കുന്ന പോർഷനിലെ പാർട്ട് 3യില് 70 യൂണിറ്റ് ഉണ്ട് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അത് നടക്കുന്നതിനൊപ്പോ അല്ലെങ്കിൽ ആ യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച മെത്തേഡ് അപ്ലൈ ചെയ്ത് നോക്കുവാണ്, എന്നിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്യുവാണ്. അപ്പോ ആ ഒരു ടൈമാണ് ഏറ്റവും നല്ലത്. പാർട്ട് 3യിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ പാർട്ട് 2 ഞാൻ ആയിട്ടുള്ളൂ അല്ലെ. ഒത്തിരി ബാക്കില. ഒരു ക്ലാസ് അങ്ങ് മിസ്സാവുമ്പോ തന്നെ ഭയങ്കരമായിട്ട് ഡിലേ ആവും. ഓക്കെ ഫൈൻ. എനിവേ ഞാൻ ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് പറയാം. ഞാൻ 22nd ഒരു ഡേറ്റ് പറഞ്ഞു. അപ്പൊ റിക്വസ്റ്റ് വന്നു 13th. ബാക്കിയുള്ളവർ 22nd തന്നെ ഈ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, ജൂൺ 2 പോകും ടീച്ചിങ് പ്രാക്ടീസിനാണ്. റെക്കോർഡിന് 22nd കുറച്ചും കൂടെ നീട്ടി തരുമോ? സോ നിങ്ങൾ തന്നെ ഒരു ഡേറ്റ് പറയും. ഞാൻ ഇനി ഡേറ്റേ പറയില്ല. ഞാനൊരു 30ക്ക് വെച്ചോളാം മാം. ഞാനിപ്പോ ഇവിടെ ഹസ്ബൻഡ് വീട്ടിലായതുകൊണ്ടാ. ഈ വീക്ക് അങ്ങ് വീട്ടിൽ പോകും. Okay, it's up to you, no problem. Anyway, I am going to give you the details of third record. മാം ഞാനും ഈ മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. Please don't do for me, do it for yourself. Okay മാം. ഞാൻ കംപ്ലീറ്റ് ചെയ്യും അല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് വേണ്ടിയിട്ടല്ലേ. I will do it. പിന്നെ കണ്ട ഒരു കാഴ്ചകളൊക്കെ ഞാൻ പറയാം. തന്നെത്താനെ സ്റ്റോറി എഴുതാന്ന് പറഞ്ഞു, തന്നെത്താനെ റൈം എഴുതാന്ന് പറഞ്ഞു. കഥയൊക്കെ കേൾക്കുമ്പോ ഞാനിത് എവിടെയൊക്കെയോ കേട്ടിട്ടോ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുക. ക്യാരക്ടേഴ്സിനെ മാറ്റുന്നു. പൂച്ചയായിടത്ത് എലിയാവുന്നു, സിംഹമായിടത്ത് കടുവയാവുന്നു, കുറുക്കനാവുന്നു. ഇതൊക്കെയാണ് കഥ. ഇത് കിട്ടാത്ത മുന്തിരി പൊളിക്കും. എല്ലാരും കേട്ടിട്ടുള്ളതാ. ഞങ്ങൾക്ക് അത്രയൊക്കെ പറ്റും മിസ്സേ, അല്ല, അതിൽ കൂടുതൽ പറ്റും. എനിക്ക് നിങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വരണം. അല്ലെങ്കിൽ പിന്നെ പിള്ളേരുടെ അടുത്ത് പോയി നിങ്ങളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും കാണിക്കൂ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ അതിന് കിട്ടാത്ത മുന്തിരി പൊളിക്കും പണ്ട് തുടങ്ങിയേ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ കഥ കേൾക്കുക. കഥ ഒരിടത്തൊരു കുരങ്ങൻ ഉണ്ടായിരുന്നു. പറഞ്ഞു വന്നപ്പോഴെന്താ കുരങ്ങൻ മറ്റേ മുന്തിരിത്തോപ്പില്. അതായിരുന്നു കഥ. ഞാൻ പറഞ്ഞു കൊള്ളാം, അതൊരു ക്രിയേറ്റിവിറ്റി കേട്ടോ, അതും സമ്മതിക്കണം. മാം ഒരു സംശയിച്ചിട്ടെ, നമുക്ക് എന്ത് വേണേലും എഴുതാവോ കഥയായിട്ട്? എന്ത് വേണമെങ്കിലും എഴുതാൻ പറ്റില്ല. അതെ, ഇവിടെ കുറച്ച് തീമുണ്ട്, അത് ഞാനിപ്പോ പറയും. ഓക്കെ, ഒരു കഥ മതി ഓരോ തീമിനും. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് 2-3 സ്റ്റോറീസ് മാത്രം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള, നിങ്ങൾ കേട്ടിട്ടുള്ളത് എഴുതാം. കാരണം അത് അങ്ങനെ അല്ലാതെ പറ്റില്ല. ബാക്കിയെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതേതാന്ന് പറയാം. ഫസ്റ്റ് വൺ മോറൽ സ്റ്റോറി. പിന്നെ എല്ലാ സ്റ്റോറികളും കുഞ്ഞുങ്ങൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. ഭയങ്കര ഗ്രാമറും വൊക്കാബുലറി ഒക്കെ ഇട്ട് ഭയങ്കര ശശി തരൂർ സ്റ്റൈലിലൊന്നും ആരും സ്റ്റോറി എഴുതണ്ട. സിമ്പിൾ ഇംഗ്ലീഷിൽ നമുക്ക് പിന്നെ കഥയുടെ കാര്യം അറിയാം. വൺസ് അപ്പോൺ എ ടൈം അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടല്ലേ. അതായത് പാസ്റ്റ് ടെൻസ് ആയിരിക്കും മിക്കവാറും കഥകൾ. കഴിഞ്ഞ കാര്യം ഒരിടത്തൊരിടത്ത് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ് നമ്മൾ കഥ പോകുന്നത് അല്ലെ.
അല്ലാണ്ട് നമ്മൾ ഫ്യൂച്ചറിൽ കഥ പറയാറില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ മോറൽ സ്റ്റോറി. എല്ലാ കഥകളിലും ഒരു മെസ്സേജ് കുട്ടികളുടെ ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലുള്ള മെസ്സേജും അവരെ കൊണ്ട് നമുക്ക് ഇനാക്ട് പ്ലേ, റോൾ പ്ലേ പോലെ ചെയ്യിക്കാനായിട്ട് പറ്റണം. നമ്മുടെ സ്റ്റോറീസ് അത് വളരെ വാല്യൂ ഉള്ളതാണ്, നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണെങ്കിൽ ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് നിങ്ങൾക്ക് മാസ്ക് ഉണ്ടാക്കാം. കുട്ടികളോട് സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് യൂസിങ് മാസ്ക്. അവരെ കൊണ്ട് റോൾസ് എടുപ്പിക്കാം. മാസ്ക് കയ്യിൽ കൊടുക്കുന്ന സ്റ്റിക്ക് വെച്ചിട്ട് കയ്യിൽ പിടിക്കുന്ന മാസ്ക് ആകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫേസിൽ വെക്കുന്നതാകാം. ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഫിംഗേഴ്സിൽ യൂസ് ചെയ്യാം. കൊച്ചു നമ്മുടെ ഫിംഗേഴ്സിൽ ഇങ്ങനെ ക്യാപ്പ് പോലെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫേസസ് വരച്ചിട്ട് ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് അവർക്ക് കഥ പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ വെറൈറ്റി, ഇറ്റ്സ് അപ് ടു യു. ഫസ്റ്റ് വൺ ഒരു മോറൽ സ്റ്റോറി ആണ് വേണ്ടത്. അപ്പൊ മോറൽ സ്റ്റോറി ഞാൻ എഴുതിയ ഒരു കഥ ടൈറ്റിൽ ഇടണം കേട്ടോ. നിങ്ങളുടെ സ്റ്റോറിക്ക് അനുസരിച്ച് നിങ്ങൾ ടൈറ്റിൽ കണ്ടുപിടിക്കണം. ഞാൻ മോറൽ സ്റ്റോറി ആയിട്ട് ഞാൻ എഴുതിയത് പങ്ക്ച്വാലിറ്റി എന്നുള്ളൊരു സ്റ്റോറി ആയിരുന്നു. അതിലൊരു വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പറ്റിയാണ് ഞാൻ കഥ എഴുതിയിരുന്നത്. അത് അവള് ഭയങ്കര സ്മാർട്ടാണ്, എല്ലാ കാര്യവും എല്ലാ ആക്ടിവിറ്റീസിലും. മനസ്സിലായി? ഓക്കെ, സോ ഞാൻ എന്താ പറഞ്ഞ, ഈ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ കഥ എഴുതിയത്. അവള് വളരെ മിടുക്കിയായിരുന്നു, എല്ലാ ആക്ടിവിറ്റീസിലും നല്ലതായിട്ട്, ക്ലാസ്സിലാണെങ്കിലും നല്ല മാർക്ക് ഇടാണ്. പക്ഷെ ഇവളുടെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടൈമിലൊന്നും പഠിക്കില്ല. എക്സാം ടൈം ആകുമ്പോഴേക്കും ധൃതി പിടിച്ചൊരു പഠിത്തമാണ്. പക്ഷെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആള് ഭയങ്കര ഒരു ഓവർ കോൺഫിഡന്റ്. ഞാൻ അപ്പ ചെയ്താലും എനിക്ക് കിട്ടും, ആ ഒരു രീതിയായിരുന്നു. അപ്പൊ എല്ലാരും ഇവളോട് തുടങ്ങിയേ പറഞ്ഞു കൊടുക്കും, സമയത്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ഇവളത് ശ്രദ്ധിക്കൊന്നുമില്ല. അങ്ങനെ കക്ഷി ഓരോ കോഴ്സുകൾ കഴിഞ്ഞ് PG കഴിഞ്ഞു. PG കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഭയങ്കര ആയിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു ഫേമിൽ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഇന്റർവ്യൂവിന് കോള് വന്നു. അങ്ങനെ ഇന്റർവ്യൂവിന് പോകാനായിട്ട് പോവാം. അപ്പൊ ആസ് യൂഷ്വൽ അന്നത്തെ ദിവസം ആള് ലേറ്റ് ആയി. പുള്ളിക്കാരി സാമട്ടിൽ അവിടെ എത്തിയപ്പോഴേക്കും ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ചാൻസ് നഷ്ടപ്പെടുവാണ്. അപ്പൊ അതോടുകൂടി ഒരു ലെസൺ പഠിക്കുവാണ്, ഇങ്ങനെ നേരെ എല്ലാം സമയത്ത് ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റോറിയാണ് ഞാൻ മോറൽ സ്റ്റോറി എഴുതിയത്. ഞാൻ റെക്കോർഡ് ഒന്ന് എടുത്തോട്ടെ കേട്ടോ. ഓരോ കഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾ ഓരോ പിക്ചർ പേസ്റ്റ് ചെയ്യണം. ഞാനിത് കുട്ടികളാണ് എനിക്ക് വരച്ചു തന്നത്. ഓയിൽ പേസ്റ്റൽസ് വെച്ചിട്ട് അത് കളർ ചെയ്തതാണ്. അന്ന് ചെയ്തതാട്ടോ. ഒരു 7-8 years ആയില്ലേ. ഓയിൽ പേസ്റ്റിലാവുമ്പോൾ നമുക്കൊരു സ്ക്രിബർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്മഡ്ജസ് ആയിട്ടൊന്നും ഇരിക്കില്ല, എംബോസ് ചെയ്തൊന്നും ഇരിക്കില്ല, ഫൈനായിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കഥ പങ്ക്ച്വാലിറ്റി എന്നാണ് ഞാൻ അതിനൊരു ഹെഡിങ് കൊടുത്തത്, ടൈറ്റിൽ കൊടുത്തത്. നെക്സ്റ്റ് ഹിസ്റ്റോറിക്കൽ ഓർ മിത്തോളജി സ്റ്റോറി. അത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും എടുക്കാം. നിങ്ങളുടെ തന്നെ ക്രിയേഷൻ വേണമെന്നില്ല. അത് ഞാൻ എഴുതിയിരിക്കുന്നത് തെന്നാലിരാമനെ കുറിച്ചുള്ള ഒരു കഥയായിരുന്നു. തെന്നാലിരാമനെ അറിയാലോ, കൃഷ്ണദേവരായരുടെ ഫേമസ് എംപററുടെ വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു റോയൽ ക്ലൗൺ ആയിരുന്നു അല്ലെ, വിദൂഷകനായിരുന്നു തെന്നാലിരാമൻ. തെന്നാലിരാമനെ കുറിച്ചാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പൊ അതെനിക്കൊരു ബുക്കിൽ നിന്ന് കിട്ടിയത്. അതിൽ നിന്നുള്ള പിക്ചേഴ്സ് ഒക്കെ ഞാൻ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇതുപോലെ കഥ ഇച്ചിരി വലുതായി പോയി, ഇങ്ങനെ പേസ്റ്റ് ചെയ്തു. അതേടെ ടൈറ്റിൽ ഹോണസ്റ്റ് പേഴ്സൺ, അങ്ങനെ ഒരു കഥയായിരുന്നു. അത് നിങ്ങൾക്ക് എടുക്കാം. ഹിസ്റ്റോറിക്കൽ മിത്തോളജി ഏത് കഥകൾ വേണമെങ്കിലും എടുക്കാം, നമ്മുടെ പണ്ടത്തെ ചരിത്രപരമായ ഏതെങ്കിലും കഥ. നെക്സ്റ്റ് വൺ കമ്പാരിസൺ, നെക്സ്റ്റ് പിക്ചോറിയൽ സ്റ്റോറി അല്ലേ. പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് 2 രീതിയിൽ എഴുതാം. 2 രീതിയിൽ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റോറിയെ പറ്റി എഴുതുമ്പോൾ സ്റ്റോറിയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പൊ ക്യാറ്റ് ഉണ്ട്, റാറ്റ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ട്രീ ഉണ്ടെന്നൊക്കെ വിചാരിക്കാം. അപ്പൊ ക്യാറ്റ് എന്ന് എഴുതുന്നതിന് പകരം ക്യാറ്റിന്റെ പിക്ചർ പേസ്റ്റ് ചെയ്യാം. യെസ് ജോളി, ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയിട്ടാണോ ജോയിൻ ആയത്? റെക്കോർഡ് നാട്ടിലാണ്, അതുകൊണ്ട് ഇച്ചിരി തിരക്കാണ്. കേരളത്തിലാ ഇപ്പൊ. ആണോ? കേരളത്തിലെ വീട്ടിൽ വന്ന്. കൊല്ലോ? കൊട്ടാരക്കര? എവിടെയായിരുന്നു? കൊട്ടാരക്കര വാളകം.
പച്ചത്തിരക്കാമ. ഓക്കെ ഫൈൻ. ഓക്കെ, ഇപ്പൊ പിക്ചോറിയൽ സ്റ്റോറിയിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ സെന്റൻസ് എഴുതുമ്പോ ക്യാറ്റ്, റാറ്റ് എന്നൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ക്യാറ്റിന്റെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ കളിക്കുടുക്കയിലൊക്കെ ഇതുപോലത്തെ അങ്ങനത്തെ സ്റ്റോറീസ്, അല്ലെങ്കിൽ ബാലരമ പോലുള്ളതിലൊക്കെ അങ്ങനത്തെ സ്റ്റോറി കാണുമായിരിക്കും. നിങ്ങൾ ഒരു ചെറിയ കഥകൾ മതി, വലിയ നീളമുള്ള കഥകളൊന്നും കേൾക്കാനൊന്നുള്ള അറ്റൻഷൻ ഒന്നും കുട്ടികൾക്ക് ഉണ്ടാവർക്കില്ല. അവർക്ക് ഏറ്റവും ചെറിയ കഥ കേൾക്കാനായിരിക്കും ഇഷ്ടം. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കഥയിലെ ലെങ്ത് അല്ല ഇമ്പോർട്ടൻസ്, നമ്മൾ എങ്ങനെ വോയിസ് മോഡുലേഷനിലൂടെ അവരോട് പറഞ്ഞു കൊടുക്കുന്നു, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഈ വൈവയ്ക്ക് വന്നതിൽ 2-3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിട്ട് അവര് സ്റ്റോറി നറേഷൻ ചെയ്യുന്നതെന്നറിയോ? ഇത് രസമായിട്ടാ ചെയ്യുന്നത്, നല്ലതായിട്ട് കഥ പറയും, നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. കാരണം അവരുടെ വോയിസ് മോഡുലേഷൻ, ഫേഷ്യൽ എക്സ്പ്രഷൻ, അവരുടെ ആക്ഷൻസ് ഒക്കെ അതിനകത്ത് വരും. അതേസമയം നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ലൈക്ക് അവർക്ക് ആ സമയത്ത് പോകാൻ പറ്റിയില്ല, കുഞ്ഞു കുട്ടികളാണ്, എനിക്ക് പോകാൻ പറ്റില്ല, അപ്പൊ എന്റെ അവിടുത്തെ മാർക്ക് കുറയുമോന്നൊക്കെ അങ്ങനെ ഒരു കൺസേൺ ഉണ്ട്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയില്ല. ബട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോയവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഞാൻ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, എന്തായിരുന്നു അവിടെ നിന്ന് ഫീഡ്ബാക്ക്, കുട്ടികളുടെ അതെല്ലാം ചോദിക്കും. അവർ വളരെ ഹാപ്പി ആയിട്ട് അതൊക്കെ ഷെയർ ചെയ്യും. അവർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ആ ഒരു മാർക്ക് കൊടുക്കും, ഫുൾ തന്നെ. പോകാത്തവരോട് പറയും, ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് പറയും, മുന്നിൽ കുട്ടികളാണ് ഇരിക്കുന്നത്, ഒരു ആക്ഷൻ സോങ് ചെയ്യാൻ പറയും. അയ്യോ മിസ് എങ്ങനെയാ, എനിക്ക് പറ്റുന്നില്ല, ഐ കോൺ ഡു ദിസ്, ഐ ആം നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അവിടെ ഞാൻ ആർക്കും മാർക്ക് കൊടുക്കുകയില്ല. ബട്ട് അങ്ങനെ വരുമ്പോ എങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് കുട്ടികളുടെ മുന്നിലേക്ക് ചെല്ലും? അവർക്ക് നമ്മള് സ്റ്റാൻഡ് സ്റ്റിൽ പ്രതിമ പോലെ നിൽക്കാനല്ല ശരിക്കും, അവർക്ക് അവരുടെ കൂടെ കളിക്കണം, പാട്ട് പാടണം. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയല്ലേ, അവരുടെ കൂടെ കളിക്കുക, പാട്ട് പാടുക ഒക്കെ. ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു കേട്ടോ, സർക്കിട്ട്, ആസിഫ് അലിയുടെ മൂവിയാണ്. എനിക്ക് ആസിഫ് അലിയെ ഭയങ്കര ഇഷ്ടമാണ്. അത് ആസിഫ് അലിയുടെ ഫ്രം ദ ബിഗിനിങ്, ഫസ്റ്റ് മൂവി ഓൺവേർഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്നൊന്നും ആരും ആസിഫ് അലി അത്ര ഇതായിട്ട് പറയില്ലായിരുന്നു. ഇപ്പോഴല്ലേ എല്ലാവരും. എനിക്ക് ആസിഫ് അലി ആദ്യം തുടങ്ങി അഭിനയിക്കുമ്പോഴേ ഇഷ്ടമാണ്. ഞാനൊരു ആസിഫ് അലിയുടെ ഒരു യുണീക് നേച്ചർ ആയിട്ട് കണ്ടിരിക്കുകയാണ്. ആസിഫ് അലി കണ്ണുകൊണ്ടാണ് അഭിനയിക്കുന്നത്. എന്താ രസം ആ ഒരു കണ്ണിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ, ഫേസിലും ഒക്കെ ആ ഒരു, അല്ലാണ്ട് ഫുൾ ബോഡി അല്ല എനിക്ക് നോക്കാൻ തോന്നുന്നു, കണ്ണിൽ നോക്കുമ്പോ ഭയങ്കര ഒരു എക്സ്പ്രഷനാണ് ആസിഫ് അലിക്ക്. ആസിഫ് അലിയുടെ ഒരു മൂവി ആയിരുന്നു സൺഡേ ഹോളിഡേ മൂവി, അത് ഭയങ്കര രസമല്ലേ. ഓക്കെ, തൊടുപുഴ. അപ്പം ആ മൂവിയില് ആസിഫ് അലിയും ഒരു കുട്ടിയുമായിട്ടുള്ള ബോണ്ടിങ് ആണ് ആ മൂവിയിൽ കാണുന്നത്. എത്ര കുട്ടിയുടെ പാരന്റ്സിനെ കുട്ടിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ആസിഫ് അലി എത്ര നല്ല രീതിയിൽ ആ കുഞ്ഞുമായിട്ടൊരു ബോണ്ടിങ് ഉണ്ടാക്കുന്നത്. കുട്ടിക്ക് ADHD ആണ്, അറ്റൻഷൻ സീക്കിങ്ങും ഹൈപ്പർ ആക്റ്റീവുമാണ് കുട്ടി. അത് കാരണം ഒരു സ്കൂളിൽ വിടില്ല, സോഷ്യലൈസ് ചെയ്യാനായിട്ട് പുറത്തു കൊണ്ടുപോകില്ല. കാരണം ഇവൻ ഭയങ്കര ഹൈപ്പറാണ്. അങ്ങനെ ഈ കുഞ്ഞും ആസിഫ് അലിയും കൂടെയുള്ള ആ ഒരു ബോണ്ടിങ്ങിലൂടെ കുഞ്ഞിന്റെ ആ ഒരു നേച്ചർ, അവനൊരു സ്പെഷ്യൽ കെയർ വേണം. അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരണം. അപ്പോഴാണ് അത് നേരെയാവുള്ളൂ. ഞാൻ സ്പോയിലർ ആവുന്നില്ല. ഇഫ് പോസിബിൾ ഡു വാച്ച് ദാറ്റ് മൂവി. കാരണം ആസ് എ പാരന്റ് നിങ്ങളൊരു എന്താ പറയാ, ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്, ഒരു അതിന്റെ ഓൺ ദ ഗോയിലാണ്. അപ്പൊ ശരിക്കും നമുക്കത് ഇതാവും. എനിക്ക് തുടരുമൊന്നുമല്ല ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഈ മൂവി തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. തുടരും കണ്ടിട്ട് എന്താ, എനിക്ക് ഭയങ്കര വിഷമമായി, എന്നെ അത് ഭയങ്കര ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് ഈ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു പെയിൻ തോന്നുമെങ്കിലും യു ഫീൽ ലൈക്ക് ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യാണ്. നമ്മൾക്കും ഇടയ്ക്ക് ചേഞ്ച് ആവാനായിട്ടെന്നൊക്കെ നമുക്ക് ആ മൂവി കാണുമ്പോൾ തോന്നും. അങ്ങനെ ഒരു കുട്ടികളെ മാനേജ് ചെയ്യുന്ന, ഒരു ADHD ഉള്ള ഒരു കുട്ടിയെ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത്, മാനേജ് ചെയ്യുന്നതല്ല, അത് ആസിഫ് അലിയുടെ ഉള്ളിൽ ആ ഒരു നന്മയുണ്ട്, ആ ഒരു കെയറിങ് ഉണ്ട്, ആളിൽ അങ്ങനെ വന്നതാണ്. അതിൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാറ്റം, അതൊക്കെയായിരുന്നു ആ മൂവിയുടെ ഒരു ഭാഗം. ഏതാനും മണിക്കൂറുകളെ അവരുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് അവന്റെ ലൈഫ്, അവന്റെ പാരന്റ്സിന്റെ ലൈഫൊക്കെ ചേഞ്ച് ചെയ്യുന്നതാ മൂവിയിൽ കാണിക്കുന്നത്. പറ്റുമെങ്കിൽ കുട്ടികളുമായിട്ട് കാണാൻ പറ്റുമെങ്കിൽ കുട്ടികളായിട്ട് കാണൂ. അങ്ങനെ നല്ലൊരു കാര്യം ചോദിച്ചോളൂ ജസ്ന. മാം, കുറെ പേർക്ക് ഇവിടെ പെർമനന്റ് ആയിട്ട് ജോബ് കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ. അവർക്ക് ഇന്റേൺഷിപ്പ് ആയിട്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ചോദിച്ചാൽ വേണ്ട പറഞ്ഞു.
വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയാം, ഇവൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കും ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ദ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ അവിടെ ഈ മോണ്ടിസോറി മെത്തേഡ് നിങ്ങൾക്ക് അതിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കൂ. ഒരു യുണീക് വേയിൽ നിങ്ങൾ ടീച്ചിങ് പോകണം. നമുക്ക് UKG LKG ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഒക്കെ അവിടെ ചെയ്തു നോക്കിയാ പോരെ? മതി. അല്ലാതെ സെപ്പറേറ്റ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകാനും നിങ്ങൾക്ക് സമയവും ഇല്ല, അതിനുള്ളൊരു ഇതും കിട്ടില്ല. നിങ്ങൾ എന്നിട്ട് അത് ഒന്ന് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ചില കാര്യങ്ങൾ, ചില പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇത് റെക്കോർഡിന്റെ കഴിയുമ്പോൾ ഞാനത് അതും കൂടെ പറയാം. കാരണം മോണ്ടിസോറി മീൻസ് നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പോകുന്ന ടീച്ചിങ് പ്രാക്ടീസിന്റെ പേപ്പർ വർക്ക് വേറെയാ. എല്ലായിടത്തും ലെസൺ പ്ലാൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യമാണ് ചെയ്യിക്കുന്നത്. അത് പറഞ്ഞുതരാട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ ഇങ്ങനെ ഒരു മൂവിയുടെ കാര്യം എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. കാരണം എനിക്ക് ഒത്തിരി എന്താ പറയാ, നമ്മുടെ ഉള്ളിലേക്ക് ഒരു മഞ്ഞ് വീഴുവോ എന്തൊക്കെയൊക്കെ ഒരു ഫീൽ ആയിരുന്നു ആ മൂവി കണ്ടു കഴിഞ്ഞപ്പോ. നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി, അല്ല പിക്ചോറിയ സ്റ്റോറി അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ എഴുതിയേക്കണ ഓർഡറിൽ കമ്പാരിസൺ ആണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാട്ടോ. സ്റ്റോറിയെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പിക്ചോറിയൽ സ്റ്റോറിയാണ് മനസ്സിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് തുടങ്ങാം. ഈ തന്നിരിക്കുന്ന ഓർഡർ തന്നെ വേണമെന്നില്ല. ഇനി ഇതല്ല, വേറെ ഒരു തീമിൽ എനിക്ക് സ്റ്റോറി എഴുതണം എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയും എഴുതാം, നോ പ്രോബ്ലം. മേക്ക് ഷുവർ നമ്പർ ഓഫ് പേജസ് ഇൻ ദ റെക്കോർഡ് ബുക്ക് ഈസ് ഇനഫ്. ഓക്കെ, അപ്പോ പിക്ചോറിയൽ സ്റ്റോറിയിൽ അങ്ങനെ എഴുതാം. ഞാൻ എഴുതിയിരിക്കുന്നത് ഞാനിപ്പോ പറഞ്ഞ രീതിയിലല്ല. അതായത് നമുക്ക് വരുന്ന സെന്റൻസുകളിൽ ഇതുപോലെ ക്യാറ്റ്, റാറ്റ്, ബിൽഡിംഗ് അല്ലെങ്കിൽ ഹൗസ് എന്നൊക്കെ പറയുന്നിടത്ത് അതിന്റെ പിക്ചർ ഒട്ടിക്കുകയല്ല ചെയ്തത്. ഞാൻ ചെയ്തത് വലിയ വലിയ പിക്ചേഴ്സ് ഇട്ടിട്ട് അതിന്റെ താഴെ സ്റ്റേറ്റ്മെന്റുകൾ കുറവ്. സാധാരണ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നറേഷൻ ആണല്ലേ. ഇത് ആ നറേഷൻ കുറവും പിക്ചർ കൂടുതലും. അതായിരുന്നു ഞാൻ ചെയ്തത്. ഓർഡർ കറക്റ്റ് അല്ലാത്തതുകൊണ്ടും ഞാനൊരു മടിച്ചി ആയതുകൊണ്ട് ഞാൻ ഇൻഡെക്സ് ബുക്ക് എഴുതാത്തതുമാണ് എന്നെ ഇപ്പൊ കഷ്ടത്തിലാക്കുന്നത്. പിക്ചോറിയൽ സ്റ്റോറി എവിടെയാന്ന് ഞാൻ കണ്ടുപിടിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇൻഡെക്സ് ഒക്കെ എഴുതി പോകുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് കുട്ടികളുടെ ടെക്സ്റ്റിൽ അവര് KG സെഷനിൽ എപ്പോഴും പഠിക്കുമ്പോൾ EVSന്റെ ഇതിന്റെ ഒരു ടെക്സ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു പിക്ചർ ആയിരുന്നു അത്. ഞാൻ പിക്ചർ അതെടുത്തു, സ്റ്റോറിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി. പിക്ചർ കൂടുതൽ വെച്ചിട്ട് ഓരോ പിക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 or 2 സെന്റൻസിലെ വാക്കുകൾ, ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ പോലെ. അപ്പൊ ഞാൻ എഴുതിയ പിക്ചോറിയൽ സ്റ്റോറിക്ക് ഞാനൊരു ടൈറ്റിൽ കൊടുത്തു, ആൻ എൻവിയോൺമെന്റ് സ്റ്റോറി എന്നുള്ള രീതിയിൽ ഒരു ടൈറ്റിൽ കൊടുത്തു. 4 ഫ്രണ്ട്സ്, അവർ 2 മങ്കീസിനെ ഹെൽപ്പ് ചെയ്തൊരു സ്റ്റോറി ആയിരുന്നു. 4 ഫ്രണ്ട്സ്, അവര് അടുത്തടുത്ത് ജീവിച്ചിരുന്ന ഫ്രണ്ട്സ് ആയിരുന്നു. അവർക്ക് പെറ്റ് എല്ലാം ഉണ്ടായിരുന്നു, ക്യാറ്റും റാബിറ്റും ഡോഗും അങ്ങനെയൊക്കെ പെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവരൊരു ആള് മങ്കികളെ കൊണ്ട് ഡാൻസ് ചെയ്യിച്ച് ഇങ്ങനെ കാശൊക്കെ വാങ്ങുന്ന ആളുണ്ടല്ലോ, അങ്ങനെ കണ്ടു. അങ്ങനെ പക്ഷെ ഈ മങ്കീസ് ഭയങ്കരമായിട്ട് എന്തോ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുങ്ങൾ പേടിച്ച് കരയുണ്ടായിരുന്നു. അപ്പൊ ഇവര് പോയി പാരന്റ്സിനെ വിളിച്ചുകൊണ്ട് വന്നു. അയാളെ ചോദ്യം ചെയ്തു. അയാളെ സമ്മതിച്ചില്ല. പിന്നെ പോലീസ് മീൻസ് അല്ല, ഏതോ ഒരു കുട്ടിയുടെ അച്ഛൻ പോലീസായിരുന്നു. അങ്ങനെ അത് വന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഈ പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എടുക്കാം. കാരണം നമ്മൾ പിക്ചർ കളക്ട് ചെയ്യുമല്ലോ സ്റ്റോറീസിന്റെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സെന്റൻസുകൾ എഴുതിയാൽ മതി. അതും നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? ഇതിലിപ്പോ ഹിസ്റ്റോറിക്കൽ മിത്തോളജി നിങ്ങൾക്ക് എടുക്കാം. അത് ഡെഫിനറ്റ്ലി നമുക്കറിയില്ല, പണ്ട് കാലത്തെ കഥകളൊന്നും നമ്മൾക്ക് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. ഇല്ലെങ്കിൽ അത് പിക്ചോറിയൽ സ്റ്റോറി നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, നൊമാഡ് സ്റ്റോറി, നാടോടി കഥയാണ്. ഇതും അഡോപ്റ്റ് ചെയ്യാം. എളുപ്പമായില്ലേ? നാടോടി കഥകൾ, ചൈനീസ് നാടോടി കഥകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടല്ലേ, ജാപ്പനീസ്, അങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ നാടോടി കഥകളും നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. പക്ഷെ അതൊരു നാടോടി കഥയാണോ എന്ന് ചോദിച്ചാൽ നാടോടി കഥ പോലെ ഒന്നുമില്ല. ഞാനൊരു നൊമാഡായ പെൺകുട്ടിയെ കുറിച്ചാണ് ഞാൻ കഥ എഴുതിയത്. നൊമാഡായിട്ടുള്ളൊരു പെൺകുട്ടി, അതിലൂടെ ഒരു മെസ്സേജ് കുട്ടികൾക്ക് കിട്ടും. ആ രീതിയിലൊരു കഥയാണ് ഞാൻ എഴുതിയത്. എന്താ കുട്ടി നൊമാഡ്സിന്റെ രീതികൾ എന്താ, അവരൊരിടത്തും സ്ഥിരമായി നിൽക്കില്ലല്ലോ. അവരിങ്ങനെ വാണ്ടറിങ്, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അവരുടെ ജോലി സംബന്ധമായി, ജോലി മീൻസ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിൽക്കുക ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഓക്കെ അങ്ങനെ ഇത്
മരുന്നും അവർക്കിങ്ങനെ ഈ അങ്ങാടി മരുന്നുകൾ അങ്ങനെയൊക്കെയാണല്ലോ അവരുടെ രീതികൾ. അതും ഡ്രൈ ഫ്രൂട്ട്സും വിൽക്കലായിരുന്നു ഞാൻ എഴുതിയ കഥയിലെ നൊമാഡായ പെൺകുട്ടി അവളുടെ പാരന്റ്സും ചെയ്യുന്നത്. അപ്പോ ഇവര് എവിടെയാണോ എത്തുന്നത് ആ സ്ഥലത്ത് പല ഭാഗങ്ങളിലേക്കും പോയി ഇത് വിൽക്കാനായിട്ട് പോകും. അവിടെ ആ വിൽപ്പന തീരുമ്പോഴേക്കും ഇവർ അടുത്ത സ്ഥലത്തേക്ക് അവർ മൂവ് ചെയ്യും. അങ്ങനെ ഈ കുട്ടി പോകുന്ന വഴിക്ക് ഒരു ഭയങ്കരമായിട്ട് ദാഹിച്ചു. വെള്ളം ചോദിക്കാനായിട്ട് ഒരു വീട് കണ്ട് അങ്ങോട്ട് കയറി. വലിയ വീട്. അങ്ങോട്ട് കയറി വെള്ളം ചോദിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ലേഡി അവളെ അട്ടിപ്പായിച്ചു, വെള്ളം കൊടുത്തില്ല. അവൾക്ക് ഭയങ്കര ഫീൽ ചെയ്തു. പക്ഷെ അവള് സാരമില്ല എന്നുള്ള രീതിയിൽ അവള് പോയി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ കൊടുത്ത് ഇവള് തിരിച്ചു വരുന്ന വഴി. അപ്പൊ വിൽപ്പന കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും തിരികെ വന്നപ്പോ ഈ വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നു. അവള് നോക്കുമ്പോ ഈ ലേഡി ഭയങ്കരമായിട്ട് കിടന്ന് അലറി വിളിക്കുന്നു ഹെൽപ്പ്. നോക്കുമ്പോ അവരുടെ വീടിന്റെ മുന്നിൽ ഒരു പൂൾ ഉണ്ടായിരുന്നു, ഒരു പോണ്ട്. അതിൽ അവരുടെ കുഞ്ഞു ബേബി വീണു പോകും. ഇവര് പാനിക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാണ്ട് ഇവര് കിടന്ന് ഹെൽപ്പിന് ചോദിക്കുക. അപ്പൊ ഈ കുട്ടി നേരെ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നു. ഓടിച്ചെന്നിട്ട് ആ കുട്ടിയെ വെള്ളത്തിൽ നിന്ന് വേഗം എടുക്കുന്നു. അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. അപ്പൊ ഈ ലേഡിക്ക് ഭയങ്കര സന്തോഷമായി. അതിന്റെ ഒപ്പം തന്നെ ഗിൽറ്റി ഫീലിംഗും. അവളകത്ത് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് ജ്യൂസ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ ഇവളെന്ത് ചെയ്യും, ഇൻ റിട്ടേൺ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് കുറെ കൊടുക്കും. അവരോട് യാത്ര പറഞ്ഞ് അവളുടെ പാരന്റ്സിന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഞാൻ എഴുതിയ കഥ. കൈൻഡ് ഹീര എന്നാണ് ഞാൻ അതിന് പേര് കൊടുത്ത ടൈറ്റിൽ. ഇതായിരുന്നു ഞാൻ എഴുതിയ നൊമാഡ് സ്റ്റോറി. അപ്പൊ ഇതാണോ നാടോടി കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് നോ ആൻസർ. ഞാനൊരു നൊമാഡായ ഒരു പെൺകുട്ടിയെ കുറിച്ചാണ് കഥ എഴുതിയത്. പക്ഷെ നമ്മളുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ നമുക്ക് അവർക്കൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ അവർക്ക് കേട്ട കഥകൾ വീണ്ടും കേൾക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും. മാമയുടെ മുയലിന്റെ കഥകളും മങ്കി ആൻഡ് ക്രോക്കഡൈൽ ഒക്കെ കേൾക്കാനൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ടായിരിക്കും. എന്നാലും പുതിയൊരു കഥ കേൾക്കുമ്പോൾ അവരിങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ. ഓക്കെ. കമ്പാരിസൺ സ്റ്റോറിയിൽ ഞാൻ എഴുതിയത്, കമ്പാരിസൺ സ്റ്റോറി എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു എന്താണ് കമ്പാരിസൺ എഴുതുക എന്നുള്ളത്. നമ്മുടെ മാം അങ്ങനെ പറഞ്ഞു യു ഡു ഇറ്റ്, യു ഡു എന്നല്ലാതെ വേറൊരു വാക്കും ഞങ്ങളുടെ മാമിന്റെ അടുത്ത് നിന്ന് ഞങ്ങൾ കേൾക്കാറില്ല. ബട്ട് നിങ്ങൾക്ക് തരുന്ന ഹെൽപ്പ് ഇച്ചിരി കൂടുതലാണോ എന്ന് എനിക്ക് സംശയം. കമ്പാരിസൺ സ്റ്റോറിയിൽ ഞാൻ എഴുതിയത് രണ്ട് ഫ്ലവേഴ്സിനെ കമ്പയർ ചെയ്തിട്ടുള്ളതായിരുന്നു. അതായത് ഒരു ഗാർഡനിൽ റോസ് ഫ്ലവറും ജാസ്മിൻ ഫ്ലവറും ഉണ്ടായിരുന്നു. ജാസ്മിൻ ഇത്തിരി ഹോൾട്ട് മീൻസ് അഹങ്കാരിയായിരുന്നു. ജാസ്മിൻ എന്നുവെച്ചാല് നല്ല മണമുണ്ട്. അത് മാത്രല്ല കുറെ ഫംഗ്ഷനുകളിൽ എടുക്കും. അത് പിന്നെ റോസിന് മുള്ളുണ്ടല്ലോ, ആരും റോസിന്റെ അടുത്തേക്ക് വരില്ലല്ലോ മുള്ളുള്ള കാരണം റോസിനെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഈ ഒരു ഗാർഡനിൽ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, അതിൽ നിന്ന ജാസ്മിൻ പ്ലാന്റും റോസ് പ്ലാന്റിന്റെ കാര്യമാണ്. ഈ ഗാർഡന്റെ തൊട്ടടുത്തൊരു ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികൾ സ്ഥിരമായിട്ട് അവിടെ വന്ന് കളിക്കും. അങ്ങനെ ഇവര് കളിച്ചുകൊണ്ടിരുന്നപ്പോ ഇവരുടെ ബോള് ഈ ഗാർഡനകത്തേക്ക് വീഴുവാണ്. അങ്ങനെ ഇവര് ഗാർഡനകത്ത് കയറി ബോൾ എടുക്കാനായിട്ട് കയറുമ്പോഴാണ് ഇവര് നിറയെ പൂക്കൾ നിൽക്കുന്ന കാണുന്നത്. ഇവര് റോസ് പറിക്കാനായിട്ട് ചെന്ന് റോസ് പിടിക്കുമ്പോഴേക്കും മുള്ളുകൊണ്ട് ഇവര് ബുദ്ധിമുട്ടാവും. അങ്ങനെ റോസ് അവര് പ്ലക്ക് ചെയ്യുന്നില്ല. അപ്പൊ നോക്കുമ്പോ ജാസ്മിൻ കാണും. കുറെ ജാസ്മിൻ പിച്ചിപ്പറിച്ച് നശിപ്പിച്ചിട്ട് അവരങ്ങ് പോകും. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേക്കും ജാസ്മിൻ ഫ്ലവറിന് മനസ്സിലായി റോസ് ഫ്ലവറിന് മദർ നേച്ചർ കൊടുത്തൊരു ബ്ലെസ്സിങ് ആണ്, ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഡിഫൻസ് അതിന് വേണ്ടിയിട്ട് കൊടുത്തൊരു പ്രൊട്ടക്ഷൻ ആണ് ഈ മുള്ളെന്ന് പറയുന്നത്. അപ്പൊ ആരെയും കളിയാക്കരുത് എന്ന് അതിന്റെ അഹങ്കാരം കുറഞ്ഞു. അതെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, സത്യമായിട്ട് എന്റെ കഥയാ. ഓക്കെ. കാക്ടസിന്റെ റോസിന്റെ ഏകദേശം ഇതേ ഒരു സ്റ്റോറി ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ആരോ എന്നോട് പറഞ്ഞു കാക്ടസിന്റെ റോസിന്റെയും കഥ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്ന്. വെള്ളം കൊടുക്കുന്നതല്ലേ? യെസ് വെള്ളം കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതായിരുന്നു ഞാൻ എഴുതിയ കഥ. പിന്നെ നെക്സ്റ്റ് കമ്പാരിസൺ സ്റ്റോറി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. പിന്നെ ആരോ എഴുതിയ ഒരു കഥ, അത് രണ്ട് കുട്ടികളെ തമ്മിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു കമ്പാരിസൺ ആയിരുന്നു. നെക്സ്റ്റ് ലോങ് സ്റ്റോറി. ഇതുവരെ എഴുതിയ കഥകളിലൊക്കെ ഒരു പാരഗ്രാഫ്, 2 പാരഗ്രാഫ് അതിൽ തീർന്നിരുന്നു. ലോങ് സ്റ്റോറി, നീണ്ട കഥ എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തില്, കുറച്ചും കൂടെ വേണം എന്നായിരിക്കും. പക്ഷെ എനിക്ക് വലിയ കാര്യമായിട്ട് ലോങ് ആയിട്ടൊന്നും സ്റ്റോറി എഴുതാൻ പറ്റിയൊന്നുമില്ല. ഞാൻ ലോങ് സ്റ്റോറി എന്ന് പറഞ്ഞ് എഴുതിയത് കണ്ടോ, ഇൻഡെക്സ് പേജ് എഴുതാത്തതിന്റെ പ്രശ്നങ്ങളാ. ഓർഡറിലും അല്ലല്ലോ എഴുതിയിരിക്കുന്നത്. റോസും ജാസ്മിനും ഒക്കെ ഇങ്ങനെ വരയ്ക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് കളർ ചെയ്യുവാണേ.
എല്ലാത്തിനും പിക്ചർ വേണം. പിന്നെ അത് അവിടെയും എക്സംഷനും ഉണ്ട്. മൈമൊക്കെ വരുന്നുണ്ട്. അതിനൊന്നും പിക്ചർ ഇടുന്നതിനും കുഴപ്പമില്ല. ഞാൻ എന്റെ റെക്കോർഡിന്റെ ഓർഡറിൽ പറയുന്നതായിരിക്കും നല്ലത്. ഇത് നോക്കിക്കൊണ്ടിരുന്ന സമയം പോലെ പിക്ചോറിയൽ സ്റ്റോറി ഞാൻ പറഞ്ഞു, നൊമാഡ് സ്റ്റോറി പറഞ്ഞു, കമ്പാരിസൺ സ്റ്റോറി പറഞ്ഞു. പിന്നെ നമുക്കിവിടെ മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ. ഓക്കെ, അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ട്. HI വരുന്നതാണ്. ഇതും നിങ്ങൾക്ക് എടുക്കാം. കാരണം നമ്മുടെ എന്താ പറയാ, ജീവിച്ചിരുന്ന മഹാനായ വ്യക്തികളെ കുറിച്ചുള്ള കഥ എന്ന് പറയുമ്പോഴേക്കും അത് ഓൾറെഡി ഉള്ളൊരു കഥയാണല്ലോ. ഞാൻ എഴുതിയത് ഡോക്ടർ അംബേദ്കറിനെ കുറിച്ചുള്ള കഥയായിരുന്നു. ഈ സെയിം സ്റ്റോറി കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു. 1 ഡ്രോപ്പ് വാട്ടർ, മലയാളത്തിലും ഒരു തുള്ളി വെള്ളം എന്നാണോ എന്തോ എനിക്ക് ഓർമ്മയില്ല. കുട്ടി ഇങ്ങനെ സ്കൂള് വിട്ടോ എന്തോ വരുന്ന വഴിക്ക് ഭയങ്കര ചൂടായിരുന്നു. ഓവൻ പോലെ ചുട്ടുപൊള്ളുന്ന പോലത്തെ ചൂടായിരുന്നു. ഇപ്പൊ എല്ലാ കിണറും പുഴയൊക്കെ ഓൾമോസ്റ്റ് വറ്റി വരുന്ന ഒരു സമയം. ഒരു പബ്ലിക് വെൽ, അവിടെ ഒരു പബ്ലിക് വെല്ലില് നിറയെ വെള്ളം ഉണ്ടായിരുന്നു. ഈ കുട്ടി ഈ കിണറിനടുത്തേക്ക് വരുക. അവൻ രാവിലെ കഴിച്ചത് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി കഴിച്ചത് തന്നെ അവന് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന്റെ ആന്റി പറഞ്ഞത് ഓർക്കുക, നമ്മള് ഗോതമ്പിന്റെ എന്തെങ്കിലും കഴിക്കുവാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ദാഹം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇവന് ദാഹം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുവാണ്. അങ്ങനെ ചെന്നിട്ട് അവിടെ സ്കൂൾ ബാഗൊക്കെ അവിടെ വെച്ച് അവൻ വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ആരോ ഇങ്ങനെ ഒച്ച എടുത്തോണ്ട് വരണത് പോലെ അവനങ്ങനെ നോക്കുമ്പോഴേക്കും അവൻ പേടിച്ചു പോയി. കുറെ ആൾക്കാരെ വലിയ വടിയായിട്ട് ഇവനെ തല്ലാനായിട്ട് വരിക. കാരണം ആ പബ്ലിക് വെല്ല് എന്താ പറയാ, കുറച്ച് ഉയർന്ന ജാതിയിലുള്ള ആളുകളുടെ ആയിരുന്നു. ഇവൻ കുറച്ച് ലോ കാസ്റ്റിലുള്ളതാണ്. അതുകൊണ്ട് ആണ് ഇവനെ തല്ലാനായിട്ട് വരുന്നത്. ആ കിണർ തൊട്ട് ഇവൻ ഡേർട്ടിയാക്കി, അശുദ്ധമാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇവനെ തല്ലാനായിട്ട് ഓടി വരുന്നത്. കുട്ടി പേടിച്ചു പോയി. അവൻ അവിടെ നിന്ന് ഓടി എവിടെയോ വല്ലാതെ വിറക്കിയായിരുന്നു. ഓടി അവന് എവിടെയോ അവൻ മറഞ്ഞിരുന്നു ഇവരുടെ അടി കൊള്ളാതിരിക്കാനായിട്ട്. പക്ഷെ ഇവന് ഭയങ്കര വിഷമായി. അവൻ ഇങ്ങനെ ഇതിനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അവൻ ഭയങ്കര പെയിൻ എടുക്കുമായിരുന്നു ആലോചിച്ചിട്ട്. അവനൊരു ബോൾഡ് ഡിസിഷൻ എടുക്കുവാണ്. ഇതുപോലുള്ള അൺടച്ചബിലിറ്റി, ഇതുപോലുള്ള ക്രൂവൽ ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാനിത് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇരുന്നിങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് പറയുവാണ്. ആ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിയാണ് പിന്നെ ഡോക്ടർ ഭീംറാവു റാംജി അംബേദ്കർ എന്നുള്ള പേരിലുള്ള നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു ഡെവലപ്മെന്റ്, അതിന്റെ മെയിൻ ആളിൽ ഒരാളായി മാറിയതും പിന്നെ ഡെവലപ്മെന്റ് ഓഫ് പുവർ പീപ്പിൾ, അവർക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ഒരാളാണ് അംബേദ്കർ. അതായിരുന്നു ഞാൻ എഴുതിയ സ്റ്റോറി അബൌട്ട് ഗ്രേറ്റ് പീപ്പിൾ, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ എന്ന് പറഞ്ഞ എഴുതിയത് അദ്ദേഹത്തെ പറ്റിയായിരുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതുപോലുള്ള സ്റ്റോറിയും നിങ്ങൾക്ക് എടുക്കാം. നെക്സ്റ്റ് സ്റ്റോറി ദാറ്റ് ഗീവ്സ്, നമുക്ക് APJ അബ്ദുൽ കലാം, APJ സാറിനെ കുറിച്ച് എഴുതാം, മഹാത്മാഗാന്ധിയെ കുറിച്ച് എഴുതാം, പിന്നെ എന്താ പറയുക, പിന്നെ ആരെയുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ്, കുറെ പേരുണ്ടല്ലോ. അങ്ങനെ ആരെ പറ്റി വേണമെങ്കിലും നമുക്ക് എഴുതാം. മാം അങ്ങനെയുള്ളവരെ പറ്റിയാണോ അതെയോ അല്ലാത്ത രീതിയിൽ പോപ്പുലർ ഇപ്പം സ്പോർട്സിന്റെ രീതിയിൽ അങ്ങനെയുള്ള ആരെങ്കിലും കിട്ടി വരുന്നതിനെ പറ്റി? അപ്പൊ അങ്ങനെ കുഴപ്പമില്ലല്ലോ. എന്തായാലും മതി, അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോറി ദാറ്റ് ഗീവ്സ് സയന്റിഫിക് നോളജ് ആണ് നെക്സ്റ്റ് ഞാൻ എഴുതിയത്. ഇതും നമ്മൾക്ക് എടുക്കാം. ഞാനിത് എഴുതിയത് എക്സ്റേ കണ്ടുപിടിച്ചില്ലേ റോൺജൻ, അദ്ദേഹത്തെ കുറിച്ചായിരുന്നു. അദ്ദേഹം എക്സ്റേ കണ്ടുപിടിക്കാനുണ്ടായ ആ സാഹചര്യങ്ങളും അൺനോൺ റേ എന്ന് പറയും, ഇതും കുട്ടികളുടെ മലയാളം ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നായിരുന്നു. ഞാൻ അതിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റുക ചെയ്തത്. അതും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പൊ മിക്ക കഥകളും എഴുതാൻ നമുക്ക് എടുക്കാവുന്ന കഥകളാണല്ലേ. ഹിസ്റ്റോറിക്കൽ ആൻഡ് മിത്തോളജിക്കൽ സ്റ്റോറി, പിക്ചോറിയൽ സ്റ്റോറി ആൻഡ് നൊമാഡ് സ്റ്റോറി ഓൾസോ. ദെൻ സയന്റിഫിക് നോളജ് തരുന്ന സ്റ്റോറി എടുക്കാം, മോഡൽ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ്. ഇനി ബാക്കിയൊന്നും ഇല്ല. പിന്നെ നമുക്കൊരു നോവൽ എഴുതേണ്ടതായിട്ടുണ്ട്. നോവലിന്റെ പ്രത്യേകത എന്താ? ചാപ്റ്റർ ആയിട്ടുണ്ടാവും അല്ലെ നോവല്. 2-3 സിറ്റുവേഷൻസ് വരാം നോവലില്, ചാപ്റ്റർ ആയിട്ടുണ്ടാകാം. അപ്പൊ നോവല് കുറച്ച് നീളം ഉണ്ടാവും നോവലിന്. നോവലായിട്ട് ഞാൻ എഴുതിയത് ട്വിൻസ് ആയ 2 കുട്ടികളുടെ കുറിച്ചായിരുന്നു. ഒരു ബോയ് ഗേൾ, അവരെ പറ്റിയിട്ടായിരുന്നു. അവരുടെ പാരന്റ്സിന്റെ ഒപ്പം ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒപ്പം ജീവിക്കുന്നു.
രണ്ടുപേരും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നമ്മള് കഥ പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾ ഏത് ഏജ് കാറ്റഗറി ആണോ അതിനനുസരിച്ച് നമുക്ക് മാറ്റാം. യെസ് ന്യൂട്ടൺസ് ആപ്പിൾ സ്റ്റോറി എഴുതാം. പിന്നെ കുറെ പേരുണ്ടല്ലോ, അതെല്ലാം നമുക്ക് എഴുതാം. കുറെ പേരുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനായിട്ട് പറ്റും. ഞാൻ എഴുതിയ സ്റ്റോറിയിലെ കുട്ടികൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായിരുന്നു. അവര് ഭയങ്കര ലവിങ് ആൻഡ് കെയറിങ് ആയിരുന്നു. നോവൽ കോപ്പി ചെയ്യാൻ പറ്റില്ല, യു ഹാവ് ടു ക്രിയേറ്റ്. ഓക്കെ, അവര് സ്റ്റഡീസിലുമൊക്കെ നല്ല നല്ല പോലെ തന്നെ ചെയ്യുന്നവരായിരുന്നു. അവര് പരസ്പരം ഹെൽപ്പ് ചെയ്യായിരുന്നു. ഒരു ട്വിൻസ് ആണ്. രാവിലെ എണീക്കും, അമ്മയുടെ സഹായത്തോടു കൂടി അവര് റെഡി ആക്കും സ്കൂളിലേക്ക്. പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴേക്കും ഹോംവർക്ക് എല്ലാം ചെയ്ത് അവർ കളിക്കാനൊക്കെ ആയിട്ട് പോവും. പിന്നെ പ്രേയറിന്റെ സമയത്ത് ഫാമിലി ആയിട്ടൊക്കെ ഒരുമിച്ചായിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എഴുതിയത് നോവലിന്റെ. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് അടുത്ത സിറ്റുവേഷൻ എഴുതുവാണ്. സാറ്റർഡേ ആയിരുന്നു, അവധി ദിവസമായിരുന്നു, കുട്ടികൾ കളിക്കുമായിരുന്നു, ക്ലാസ് ഇല്ലല്ലോ. അങ്ങനെ അമ്മ അവർക്ക് എന്തോ കുക്കീസ് എന്തോ ഉണ്ടാക്കുമായിരുന്നു കിച്ചണില്. അവരുടെ അച്ഛൻ ഗ്രാൻഡ് പാരന്റ്സിനെയും കൊണ്ട് റൊട്ടീൻ ചെക്കപ്പിന് പോയിരിക്കുകയായിരുന്നു. സോ ഇവിടെ നമുക്ക് പല പല മെസ്സേജുകളാണ് കുട്ടികളിലേക്ക് കൊടുക്കുന്നത്. സിബ്ലിങ്സുമായിട്ടുള്ള അവരുടെ അടുപ്പം, വീട്ടിൽ ചെയ്യുന്ന പല കാര്യങ്ങള്, പ്രെയർ, ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നു, പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നു പഠിക്കുന്ന കാര്യത്തില്, അങ്ങനെ ഗ്രാൻഡ് പാരന്റ്സിനോട് സ്നേഹം കാണിക്കുന്നു. എന്നിട്ട് നോക്കുമ്പോൾ അവരുടെ ഫാദർ ഗ്രാൻഡ് പാരന്റ്സിനെ റൊട്ടീൻ ചെക്കപ്പിന്റെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നു. എല്ലാവരും പരസ്പരം കെയർ ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ കുറെ മെസ്സേജുകൾ നമ്മുടെ മക്കളിലേക്ക് എത്തും. ഇപ്പം കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കളിച്ചുകൊണ്ടിരുന്നിടത്ത് അമ്മ കൊണ്ടുപോയി കുക്കീസ് കൊടുക്കുകയാണ്. ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാക്ക വന്ന് ഈ പെൺകുട്ടിയുടെ കയ്യിൽ, റീനു എന്നാണ് ഞാൻ പേരിട്ടത്, റീനു റേയാനും, റീനുവിന്റെ കയ്യിൽ നിന്ന് കുക്കീസ് തട്ടിയെടുക്കും. തട്ടിയെടുക്കുമ്പോഴേക്കും എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കുട്ടികളെ പേടിച്ചു പോകും. ചെറിയ കുട്ടികളാണല്ലോ, നമ്മളാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചു പോകില്ല. അപ്പൊ ആ സ്നാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് കുട്ടിയുടെ കൈ മുറിയും. ഈ കാക്കയുടെ ബീക്ക് അത് കൊണ്ടിട്ട് ബ്ലഡ് വരാനായിട്ട് തുടങ്ങും. അപ്പൊ ഇവർ രണ്ടുപേരും പേടിച്ചു പോകും. കുട്ടി ഭയങ്കരമായിട്ട് കരയും ഈ പെയിനില്. അപ്പൊ തന്നെ ഈ പേടി കൊണ്ട് അൺകോൺഷ്യസ് ആയി പോകും. അമ്മ പെട്ടെന്ന് ഓടി വരുന്നു. നൈബേഴ്സിന്റെ ഹെൽപ്പോട് കൂടി അവരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഡോക്ടർ പറയണം വറി ചെയ്യൊന്നും വേണ്ട, ഇപ്പൊ തന്നെ ശരിയാകും. പക്ഷെ ആൺകുട്ടി, ആ മോൻ ഭയങ്കരമായിട്ട് സങ്കടമാവും. അവൻ ആ കുട്ടിയുടെ അടുത്ത് തന്നെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്, അവരുടെ കൈ പിടിച്ചിട്ട്. അവിടെ തന്നെ ഇരിക്കുക, എണീക്കണേ ഇല്ല അവിടുന്ന്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പെൺകുട്ടി കണ്ണ് തുറക്കും. എന്നിട്ട് അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വരും. വീട്ടിൽ ചെന്നപ്പോഴേക്കും അമ്മ അവർക്ക് വേണ്ടിയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള കുക്കീസ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ അവർ അത് രണ്ടുപേരും കഴിക്കുന്നു. ഇങ്ങനെ 2 ചാപ്റ്റർ ആയിട്ടാണ് ഞാൻ നോവൽ എഴുതിയത്. എനിക്കത് വലിയ കഥയായിട്ടൊന്നും എനിക്ക് വന്നില്ല, വലിയ നോവലായിട്ടൊന്നും വന്നില്ല. നിങ്ങൾ നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഇതായിരുന്നു ഞാൻ എഴുതിയ നോവൽ എന്നുള്ള രീതിയിൽ എഴുതിയത്. 2 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് എഴുതിയത്. ക്രിയേറ്റിവിറ്റിയാ ഇത് മാം. നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഫ്രം ദ ബിഗിനിങ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ക്ലാസ് തീരാൻ ഏതാണ്ട് 8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നത് കേട്ടോ. പിന്നെ ഒരു ഹറി ബറി ഓട്ടൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത്. പിന്നെ ഡ്രാമ നിങ്ങൾക്ക് അറിയാലോ. ഡ്രാമയുടെ പ്രത്യേകത എന്താ? കോൺവെർസേഷൻ ആണ് അല്ലെ, ഡയറക്റ്റ് സ്പീച്ച്. ക്യാരക്ടേഴ്സിന്റെ കോൺവെർസേഷൻ ആയിട്ടാണ് നമ്മൾ ഡ്രാമ കാണിക്കുന്നത്. അപ്പോ ഡ്രാമയില് ഈ ഡ്രാമയ്ക്ക് പിക്ചർ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഡ്രാമയിലെ സീൻ 1, ഡ്രാമയൊക്കെ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്ന രീതിയിലുള്ള കഥയൊക്കെ എഴുതുവാണെങ്കിൽ, ക്രിയേറ്റീവ് എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ എഴുതിയിരിക്കുന്ന ഒരു ടീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ കഥയാണ്. അച്ഛന്റെ അമ്മയുടെ ഒറ്റ മക്കള്. സീൻ 1 കാണിക്കുന്നത് ടീനയുടെ വീടാണ്, ടീനാസ് ഹോം. ടീന ഇങ്ങനെ ഡോളുമായിട്ട് കളിക്കുന്നു. പാരന്റ്സ് അവളുടെ കൂടെ ആ റൂമിൽ തന്നെയുണ്ട്. അപ്പോ അമ്മ അച്ഛനോട് പറയാണ്. അപ്പൊ നമ്മൾ ഡ്രാമ എഴുതുമ്പോൾ മദർ എന്ന് പറഞ്ഞിട്ട് ഫുൾ കോളൻ ഇട്ടിട്ട്, ലുക്ക് നോ വൺ ഈസ് ഹിയർ ഫോർ ടീന ടു പ്ലേ, ലെറ്റ് us ഗോ ഔട്ട് സംവെയർ എന്ന് പറഞ്ഞ് അച്ഛനോട് സംസാരിക്കുകയാണ്. അവര് പുതിയതായിട്ട് അവിടെ താമസം മാറി വന്നവരാണ് ഇവര്. അപ്പൊ അച്ഛൻ പറയും, എവിടെ പോവും, നമുക്ക് ഇവിടുത്തെ സ്ഥലമൊന്നും അറിയില്ലല്ലോ, നമുക്ക് ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ട് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് പോവാന്ന് പറയും. അപ്പൊ അങ്ങനെ ആരെയോ വിളിക്കുന്നു. അപ്പൊ അവിടെ അടുത്തൊരു പാർക്ക് ഉണ്ടെന്ന് അറിയുന്നു. അങ്ങനെ ഇവര് പാർക്കിൽ പോവാനൊക്കെ ആയിട്ട് ഡിസൈഡ് ചെയ്യുക. അങ്ങനെ ടീനയുടെ മദർ ടീനയെ വിളിക്കുന്നു, നമുക്ക് പോവാന്നൊക്കെ പറയുന്നു. എല്ലാം ഡയറക്റ്റ് സ്പീച്ച് ആട്ടോ. അങ്ങനെ അവര് സീൻ 1 കാണിക്കുന്ന ടീനയുടെ ഹോമാണ്. സീൻ 2 പാർക്കിലേക്ക് ഇവർ ചെല്ലുന്നു. കുറെ കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഒരു വയസ്സായ ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ട്. ഓക്കെ,
ടീന അവിടെ വന്നിട്ട് ടീന ഒരു എന്താ പറയാ പാരന്റ്സിനോട് ചോദിക്കുവാണ്, ഞാൻ അവരുടെ കൂടെ പോയി കളിച്ചോട്ടെ എന്നൊക്കെ പറയുമ്പോ അധികം ദൂരെ പോകരുത്, ഞങ്ങളിവിടെ ഉണ്ടാവും, ഞങ്ങൾക്ക് കാണാവുന്ന ഒരു ഇതിൽ നീ നിന്ന് കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരൊരു ബെഞ്ചിലിരിക്കും, ടീന കളിക്കാനായിട്ട് പോകും. അങ്ങനെ അവർ കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോ എല്ലാരും പെട്ടെന്ന് ആ പുതിയ കുട്ടികളാണെങ്കിൽ അവരുമായിട്ട് ഇവള് പെട്ടെന്ന് ഫ്രണ്ട് ആവും. അപ്പൊ ഈ പത്രം വായിച്ചുകൊണ്ടിരുന്ന വയസ്സായ ആൾക്ക് ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആവുന്നു കുട്ടികളുടെ ഒച്ച കാരണം. അയാൾ അവരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു കുട്ടികളുടെ അടുത്ത്, മിണ്ടാതിരിക്കാൻ പാടില്ല, എന്തിനാ ശബ്ദം ഉണ്ടാക്കണേ എന്നൊക്കെ ചോദിച്ചിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു ഫീൽ ചെയ്തു. എന്നാൽ അവരപ്പോ അവിടെ നിന്ന് മാറി സൈലന്റ് ആയിട്ടിരുന്ന് കളിക്കാനായിട്ട് തുടങ്ങി. എന്നിട്ട് ഇരുട്ടായപ്പോഴേക്കും എല്ലാവരും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ ഓൾഡ് മാനിന്റെ അടുത്തും ടീന ഗുഡ് ബൈ പറഞ്ഞു, പക്ഷെ അയാൾ മൈൻഡ് ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് സീൻ 3 കാണിക്കുവാണ്. ടീനയുടെ ഹോം വീണ്ടും. ടീന പാരന്റ്സിനോട് പറയും എല്ലാ വീക്കെൻഡും നമുക്ക് അവിടെ പോകാം, പാർക്കിൽ പോകാം, എനിക്ക് അവിടെ ഫ്രണ്ട്സിനെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ശരി പോകാം എന്നൊക്കെ പറയും. അങ്ങനെ വീണ്ടും സീൻ 4 കാണിക്കുന്നത് വീണ്ടും പാർക്കാണ്. ടീനയും പാരന്റ്സും പാർക്കിൽ വരുന്നു. അവളുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അവൾ അവരുടെ ഒപ്പം കളിക്കാനായിട്ട് പോകുമ്പോൾ ഈ സെയിം ഓൾഡ് മാൻ അവിടെ ആ ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. ആളെ വിഷ് ചെയ്തു, ചിരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അയാള് ശ്രദ്ധിച്ചില്ല. ടീനയ്ക്ക് എന്തോ ഫീൽ ചെയ്തു. അമ്മ പറഞ്ഞു, സാരല്ല ടീന, നീ പോയി കളിച്ചോളൂ, അദ്ദേഹം ബിസി ആയിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം എന്ന് പറഞ്ഞു. കുട്ടികൾ വേഗം അയാൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ കളിക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇടിയും മിന്നലും മഴയും തുടങ്ങി. എല്ലാം പെട്ടെന്ന് അവിടെ ഷെയ്ഡും ഷെൽട്ടർ പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില ഹട്ട് പോലെയുള്ളത് അവിടേക്ക് കയറി നിന്നു. പക്ഷെ ഈ പ്രായമുള്ള മനുഷ്യന് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റിയില്ല. അയാൾ എണീച്ചപ്പോഴേക്കും അയാള് തെന്നി വീണു. അവിടുന്ന് എണീക്കാനും പറ്റുന്നില്ല. ടീനയും അവളുടെ ഫ്രണ്ട്സും ഓടി വന്ന് ഇയാളെ പിടിച്ച് വേഗം തന്നെ ആ ഷെൽട്ടറിൽ കൊണ്ടുവന്ന് ഇരുത്തി. ഒരാള് പെട്ടെന്ന് ആരോ പോയി ടൗലൊക്കെ എടുത്തുകൊണ്ടുവന്ന് പുള്ളിയെ തുടച്ചു. പിന്നെ ചൂട് ചായ കൊണ്ടുവന്ന് കൊടുത്തു. അയാളുടെ കണ്ണൊക്കെ നിറഞ്ഞു. അയാൾ കുട്ടികൾക്ക് താങ്ക്സ് പറഞ്ഞു, ഓക്കെ സോറിയും പറഞ്ഞു. എന്നിട്ട് പിന്നെ അവരോട് ക്ഷമ ചോദിച്ചു, ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ടീന പറഞ്ഞു, ടീന ഡോണ്ട് ഫീൽ സോറി, യു ആർ അവർ ഡിയർ ഗ്രാൻഡ് പാ എന്ന് പറഞ്ഞിട്ട് അവളെ ഹഗ് ചെയ്തു. കുട്ടികളെല്ലാം ഈ ഓൾഡ് മാനെ ഹഗ് ചെയ്തു, കുട്ടികളെല്ലാരും ഹഗ് ചെയ്തു. അപ്പൊ ഈ വയസ്സായ ആൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ പാടി. അവരെല്ലാരും കൂടെ ഒരുമിച്ച് പാട്ട് പാടി എൻജോയ് ചെയ്തു. അതാണ് ഞാൻ എഴുതിയ ഡ്രാമയുടെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഡ്രാമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക്, നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിലും ശരി, സ്കൂളിൽ പോകുമ്പോഴുള്ള കുട്ടികളാണെങ്കിലും ശരി, അവരെ കൊണ്ട് ആക്ട് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരെണ്ണം എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മൈമിനും പിക്ചർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ മൈം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈം എഴുതുന്നത്. മൈമില് നമുക്ക് ആകെ ആക്ഷൻസ് മാത്രമേ കാണുള്ളൂ. ത്രൂ ആക്ഷൻസിലൂടെ പെട്ടെന്ന് മെസ്സേജ് മനസ്സിലാകുന്ന രീതിയിൽ വേണം മൈം എഴുതാൻ. ചില മൈമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവാറില്ലല്ലോ. അതുപോലെ വരട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ആയിരിക്കണം മൈമില് വരേണ്ടത്. ഞാൻ എഴുതിയത് ഇതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോൾജിയേഴ്സ് തീം സൂപ്പർ. യെസ്, ഞാൻ എഴുതിയൊരു പെൺകുട്ടിയെ കുറിച്ച് തന്നെയാണ്. വളരെ പാവപ്പെട്ടതായിരുന്നു. ഈ കഥ കേട്ടിട്ടുണ്ടാവും കേട്ടോ. അവളുടെ ബർത്ത്ഡേ വരുമായിരുന്നു. അപ്പൊ അവള് പറഞ്ഞത് ഒരു ഡോള് വേണം അവളുടെ ബർത്ത്ഡേക്ക്. അവള് കണ്ടുവച്ചിട്ടുണ്ട് ഡോള്. പക്ഷെ ആ ഡോളിന് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഡോളാണ്. ഇവരത്ര പുവർ ഫാമിലിയാണ്. 2 അച്ഛനും അമ്മയും ഡെയിലി എന്തോ ജോലിക്ക് പോയി അങ്ങനെയാണ് അവർ കഴിയുന്നത്. അപ്പൊ അവര് പറഞ്ഞു വേറെ എന്തെങ്കിലും വാങ്ങിച്ചു തരാം, ഡോൾ നമുക്ക് പിന്നെ വാങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഇവള് കൊച്ചുകുട്ടിയാണ്. ഇവള് കരയാൻ തുടങ്ങി, അതിനുവേണ്ടി വാശി പിടിക്കാൻ തുടങ്ങി. അവള് ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നു, ഉറങ്ങാനായിട്ട് പോയി. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര വിഷമായി. അപ്പം അമ്മ പറഞ്ഞു അവരവരുടെ കോയിൻ ബോക്സ്, പിഗ്ഗി ബാങ്ക് ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാം, അതിൽ നിന്ന് ക്യാഷ് എടുക്കാന്ന് പറയും. അപ്പൊ അച്ഛൻ പറയും ഞാൻ എന്റെ വാച്ച് വിൽക്കാം, ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെ അവർ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ പെൺകുട്ടി കേട്ടു. കേട്ടു. അപ്പം ഇവളെന്ത് ചെയ്തു, കേട്ടപ്പോഴേക്കും ഇവൾക്ക് അവള് ശരിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരമായിട്ട് വിഷമം വന്നു, ഗിൽറ്റി ഫീലിംഗ് ആയി. അവൾ ഓടിച്ചെന്ന് പാരന്റ്സിനെ ഹഗ് ചെയ്തു. അവരോട് പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം തന്നെ എനിക്ക് ഭയങ്കര ഒരു ഗിഫ്റ്റ് ആണ്,
എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നു. അതായിരുന്നു ആ സ്റ്റോറി. അത്രയേ ഉള്ളൂ. ഇനി എനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ് ആൻഡ് ബേർഡ്സ് അതും വരുന്നുണ്ട്. എനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോറി എഴുതാം. ദാറ്റ്സ് അപ് ടു യു. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ഒരു തീം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു സ്റ്റോറി എഴുതാം. പിന്നെ സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. ഇവിടെ ഞാൻ സ്റ്റോറി എഴുതിയത് ഒരു ബേർഡ്, ഒരു ഡീർ, ഒരു സ്നേക്ക്, ഒരു കുഞ്ഞൻ സ്നേക്ക്, ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള കഥ കേട്ടോ. സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ് ആൻഡ് ബേർഡ്സിൽ എഴുതിയത്. ക്യാരക്ടേഴ്സ് എല്ലാം ഒന്ന് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ 3 ഫ്രണ്ട്സ് എന്ന രീതിയിൽ എഴുതിയതാ. പിന്നെ സ്റ്റോറി സോങ് എഴുതിയത് ഒരു സിംഗിങ് പാരറ്റ്, അങ്ങനെയാണ് സ്റ്റോറി സോങ് എഴുതിയത്. അത് നമുക്ക് സോങ് ആയിട്ട് നല്ലപോലെ മോഡുലേറ്റ് ചെയ്ത് പറയാനും പറ്റണം, അതിലൊരു സ്റ്റോറി ഉണ്ടാവണം. ഞാൻ എഴുതിയത് once a farmer caught a parrot. He put it in a cage. The parrot sang all the time, make me free, make me free. I wish to fly high. The farmer said, no, no, no. You doom sang for me. One day the farmer sleeping under the tree. Then a snake came near to him. നിങ്ങൾ എഴുതുമ്പോൾ നല്ലപോലെ റൈമി ആയിട്ട് എഴുതണം കേട്ടോ, കാരണം സോങ് ആയിട്ട് പറയണില്ലേ, എന്റെ ഒരു സെന്റൻസ് പോലെ തോന്നുന്നു. The parrot sang, wake up, wake up, snake is coming near to you. Farmer woke up suddenly and got inside his home. He thanked the parrot and let her free. She sang, I wish to fly high. ഇതായിരുന്നു സ്റ്റോറി സോങ് ആയിട്ട് ഞാൻ എഴുതിയത്, സിംഗിങ് പാരറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പാരറ്റ് കേജിലുള്ളതും കേജിലില്ലാത്തതും ആ ഒരു രീതിയിൽ പിക്ചർ വരയ്ക്കുക ചെയ്തിട്ടോ, ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്തു. ദാറ്റ് ഈസ് അപ് ടു യു. ഇനി തന്നെ പറയാനും സ്റ്റോറീസ് അബൌട്ട് ആനിമൽസ് ആൻഡ് ബേർഡ്സ് പറഞ്ഞു. എനി അതർ സ്റ്റോറി എന്ന് പറഞ്ഞു എഴുതി വെച്ചത് ഹാർഡ് വർക്ക് ആൻഡ് ലക്ക്. ആ സ്റ്റോറിയുടെ പിക്ചർ കുട്ടികളുടെ EVSല് ഈ നമ്മള് എന്താ പറയാ വീറ്റ് എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്ത്, അങ്ങനെ EVSലെ സയൻസിലെ ഒരു ടോപ്പിക് ആയിരുന്നു. ഞാൻ ആ പിക്ചർ മാത്രം ഞാൻ എടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ എഴുതിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഹാർഡ് വർക്കിംഗ് ഫാർമർ എന്നുള്ള രീതിയിലായിരുന്നു കഥ എഴുതിയത്. അയാൾ ഭയങ്കര പുവർ ആയിരുന്നു, ബട്ട് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എല്ലാ ദിവസവും നല്ലപോലെ ഈ കൃഷിയിടത്തിൽ പോയിട്ട് വർക്ക് ചെയ്യും. ബട്ട് ഹാർഡ് വർക്കിന് ഒരു റിസൾട്ട് പുള്ളിക്ക് കിട്ടാറില്ല. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. ഒരു ദിവസം അയാളെ ഈ ഫാമില് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബോക്സ് അവിടെ നിന്ന് കിട്ടുവാണ്. ഇതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്താട്ടോ, അങ്ങനെയൊന്നും അതിനകത്തില്ല. ഒരു ബോക്സ് കിട്ടി. അദ്ദേഹം ആ ബോക്സ് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊരു നോട്ട് ഉണ്ടായിരുന്നു. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, വെയിറ്റ്, ലക്ക് വിൽ കം ടു യു സൂൺ. ഇതായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അയാൾ ആലോചിച്ചു എന്ത് കിട്ടാനാ. അയാൾ പിന്നെ അതൊന്നും സെർച്ചില്ല, ബാക്ക് ടു വർക്ക്. പിറ്റേ ദിവസം ചെന്നപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും അടുത്ത ബോക്സ് കിട്ടുവാണ്. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു, സം സീഡ്സ്. വിത്ത് കിട്ടിയാൽ ഫാമർ ആണല്ലോ, അയാൾ പിന്നൊന്നും ചിന്തിച്ചില്ല, അത് അവിടെ മുഴുവനും വിതച്ചു. എല്ലാ ദിവസവും വെള്ളം നനച്ചു. 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം സ്പ്രൗട്ട് ചെയ്ത് വന്നു. പിന്നെ ക്രോപ്സ് ആയി, അത് ബിഗ്, ഹാർഡ് ആൻഡ് സ്ട്രോങ് ആയി, അത് നല്ല റൈപ്പായി, ഗോൾഡൻ കളറായി. പിന്നെ അദ്ദേഹം അത് കട്ട് ചെയ്ത് ആ സ്റ്റോക്ക് കളക്ട് ചെയ്തു. ദെൻ അദ്ദേഹത്തിന് കുറെ സാക്സ് ഓഫ് ഗ്രെയിൻ കിട്ടി ആ സ്റ്റോക്സിൽ നിന്നും. അതെല്ലാം കൊയ്ത് എന്താ പറയാ ഗോതമ്പ് ആയിട്ട് കിട്ടി. എന്നിട്ട് അത് വിറ്റപ്പോ ധാരാളം മണി, ക്യാഷ് കിട്ടുവാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ആ നോട്ടിന്റെ മീനിങ് മനസ്സിലായി. ലക്ക് വിൽ കം ടു യു സൂൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര ഹാപ്പിയായി. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് കിട്ടിയ ഏർണിങ്സിൽ നിന്നൊരു പോർഷൻ പാവപ്പെട്ടവർക്കും ആവശ്യക്കാർക്കും വേണ്ടിയിട്ട് കൊടുത്തു. എല്ലാരും അദ്ദേഹത്തെ താങ്ക് യു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഹാപ്പി ആയിട്ട് അവിടെ ജീവിച്ചു. വീണ്ടും കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആക്ച്വലി ഇത് കൾട്ടിവേഷനെ പറ്റിയിട്ട് സയൻസിലെ ഒരു ഇതായിരുന്നു. പിക്ചർ മാത്രം എടുത്തു, സ്റ്റോറി ഒന്ന് ക്രിയേറ്റ് ചെയ്തു. മറ്റേ നൊമാഡ് സ്റ്റോറി എഴുതിയ കുട്ടിയുടെ ഫോട്ടോ ആണ്, മീൻസ് പിക്ചർ ആണ്. എവിടെയോ കണ്ടൊരു പിക്ചർ ട്രേസ് ചെയ്തതാ, കളർ ചെയ്തു. ഇത്രയല്ലേ ഉള്ളൂ, ഇനി ഒന്നും ഇല്ലാതെ എല്ലാം ആയില്ലേ? താഴെ എന്തോ എഴുതിയിട്ടുണ്ടോ?
Novel, especially for children, separated as chapters. There should be at least 3 illustrations in each chapter. നോവലിനകത്ത് പിന്നെ ഡ്രാമ സ്ക്രിപ്റ്റ്, റൈറ്റ് സ്ക്രിപ്റ്റ് ഗുഡ് ഫോർ ഡ്രാമ, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ. മൈം സ്ക്രിപ്റ്റും അതുപോലെ തന്നെ നമ്മൾ ആക്ഷൻസിലൂടെ കാണിക്കുമ്പോൾ മനസ്സിലാകണം, അതുപോലെ രീതിയിലുള്ളത്. ഒന്നും ഭയങ്കര കുഞ്ഞുങ്ങൾക്ക് ഡൈജസ്റ്റ് ആവാത്ത രീതിയിലുള്ള വരരുത്, എല്ലാം കുട്ടികൾക്ക് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരെണ്ണം വരണം. ഓക്കെ ഫൈൻ. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇപ്പൊ ചിലപ്പോൾ റൈം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്റ്റോറിയുടെ ഒരു ത്രെഡാണ് കിട്ടുന്നതെങ്കിൽ യു ക്യാൻ റൈറ്റ് സ്റ്റോറി റെക്കോർഡ്. ഓക്കെ, പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ വേണമെങ്കിൽ ഇതിനെല്ലാം സൈനും സീലും ചെയ്ത് പോകാം. കുറെ കുട്ടികൾ അങ്ങനെ ചെയ്തു. പിന്നീട് അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം വരണ്ടല്ലോ. അത് കുട്ടികളുടെ തന്നെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്തല്ലേ ഞങ്ങൾക്ക് അതിനകത്തൊരു വാല്യൂ വേണമല്ലോ, സൈൻ കിട്ടുവാണെങ്കിലും സീൽ കിട്ടുവാണെങ്കിലും നല്ലതാന്ന് പറഞ്ഞാൽ അവരെല്ലാരും പ്രാക്ടിക്കൽ സെഷന് വന്നപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് എയിം ചെയ്തോളൂ. പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോൾ അസൈൻമെന്റ്, സർവേ റിപ്പോർട്ട്, റെക്കോർഡ്സ് എല്ലാം കംപ്ലീറ്റ് ആകുന്ന രീതിയിൽ വരുവാണെങ്കിൽ സൈൻ ചെയ്ത് പോകാം, വരാൻ പറ്റുന്നവര്. ഓക്കെ, സോ സ്റ്റോറിയുടെ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ക്ലാസ് നമുക്ക് ഇപ്പം എനിക്ക് ജൂണിലൊക്കെ പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതുകൊണ്ട് പാർട്ട് 3ലേക്ക് പെട്ടെന്ന് എത്തണം. പ്രാക്ടിക്കൽ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 4 കഴിയാതെ പ്രാക്ടിക്കൽസ്, മൊഡ്യൂൾ 1 കഴിയാതെ പ്രാക്ടിക്കൽ സെഷൻ നടത്താൻ പറ്റില്ല. പിന്നെ ജൂണിൽ പോകുന്നതുകൊണ്ട് പാർട്ട് 3 എടുക്കണം. ഈവൻ നമുക്ക് മെയില് പാർട്ട് 3 തുടങ്ങി യൂണിറ്റ് 7ലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ വി ക്യാൻ അറേഞ്ച് എക്സ്ട്രാ സെഷൻസ്, നൈറ്റിലോ അങ്ങനെയൊക്കെ ആയിട്ട് എക്സ്ട്രാ സെഷൻ എടുത്ത് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴേക്കും പാർട്ട് 3 ഓൾമോസ്റ്റ് അതിന്റെ കോർ ടോപ്പിക്, കോർ പോർഷൻസ് നമുക്ക് കവർ ചെയ്യാം, എളുപ്പമായിരിക്കും അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? താങ്ക് യു സോ മച്ച്. PF അയച്ചു തരാം കേട്ടോ, PF ഇട്ടുതരാം. PF ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞാലേ പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈനും ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്ന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതിനുള്ള സൗകര്യവും നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും. ഓക്കെ പ്ലീസ്. സൈൻ ഔട്ട് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. എക്സാം ടൈം എങ്ങനെയാകും? എക്സാം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ 1 കഴിയുന്നതേ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാമും ഉണ്ടാകും, മെയിൻ എക്സാമും ഉണ്ടാവും. ഇതുവരെ ചെയ്തിരിക്കുന്ന ഓരോ ക്ലാസ്സിന്റെ ടൈമിൽ തന്നെയായിരിക്കും എക്സാം. 11:30 to 12:30 ആണെങ്കിൽ ആ ഒരു ടൈമാണ് എക്സാം ടൈം വെക്കാറ്. മാം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താല് അവിടെ കിട്ടാൻ സാധ്യതയല്ല, അപ്പൊ എന്താ ചെയ്യാ അങ്ങനെ വരുമ്പോ? ഒരു ടൈം ആവട്ടെ, നമുക്ക് എന്താണ് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമുക്കത് ചോദിക്കേണ്ടതായിട്ട് വരും. താങ്ക് യു മാം, ഞാൻ വൈൻഡപ്പ് ചെയ്യാനേ മാം. ഓക്കെ ജൂറി, ഓക്കെ ബൈ. മാം, തേർഡ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യില്ലേ? ഫുൾ ഇട്ടിട്ടില്ല. തേർഡ് റെക്കോർഡ് ഇട്ടിട്ടില്ലല്ലോ ഇപ്പൊ പറഞ്ഞത്. അല്ല, ഉണ്ട്, ഇട്ടിട്ടുണ്ട്. മൊത്തത്തിലാണ് ഇട്ടിട്ടുള്ളത്, ഫുള്ളുണ്ട് അതില്. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. ബൈ. താങ്ക് യു മാം. 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 കിച്ചണിന്റെ കറി ഉണ്ടാക്കണോ? മൊത്തം ചേർത്തങ്ങനെ തോന്നി. ഓക്കെ ബൈ.
എന്തോ പറയാൻ പറ്റുക? മാം ഞാനേ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ പിക്ചോറിയൽ സ്റ്റോറിയില് ഇമേജസ് കറക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് കേട്ടില്ല. ഇമേജസ് കറക്റ്റ് കിട്ടാനായിട്ട് പിക്ചർ കിട്ടാൻ വേണ്ടിട്ടേ ഞാന് ചാറ്റ് ജിപിടി ഉണ്ടല്ലോ നമ്മുടെ AI, അതിൽ ഈ സ്റ്റോറി കൊടുത്തിട്ട് ഞാൻ സ്റ്റാറ്റസിൽ കണ്ടു അതിന്റെ കാര്യം. ഇമേജ് അങ്ങനെ എടുത്തുക്കണം. അപ്പൊ കുഴപ്പമില്ലല്ലോ. അത് മറ്റേ ഗിബ്ലി സ്റ്റൈൽ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഒക്കെ അങ്ങ് റീപ്ലേസ് ചെയ്യുവാണോ? ഇമേജ് പ്രിന്റ് എടുക്കണ്ടേ? അപ്പൊ അതിന് ആപ്റ്റ് ആയിട്ടുള്ളത് കിട്ടുമല്ലോ. നമ്മുടെ ഐഡിയ പറഞ്ഞാൽ അവര് കറക്റ്റ് ഇമേജ് തരുമല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ചെയ്യാന്ന്. അപ്പൊ കുഴപ്പമില്ലല്ലോ. Is this a good option? Do you think? ഇമേജസ് ബുക്കിൽ നിന്ന് എടുക്കണമെന്നല്ലേ, പ്രിന്റ് എടുക്കല്ലേ നല്ലേ? വരയ്ക്കാൻ അറിയുന്നവർക്ക് തന്നെ വരയ്ക്കാം, നോ പ്രോബ്ലം. ഞാൻ ഒരു പിക്ചർ കാണിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ലാപ്പിൽ നോക്കുമ്പോ ബ്രൈറ്റ് ആയിട്ടാ കാണാൻ കിട്ടുന്നില്ല. കുഴപ്പമില്ല. അതായത് കൊച്ചു കുട്ടികൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള, അവർക്ക് മനസ്സിലാവുന്ന കുഞ്ഞു കാർട്ടൂൺ രൂപങ്ങളായിട്ടാ കിട്ടുന്നത്. അപ്പൊ അതല്ലേ കാണുമ്പോ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഞാനത് കൺഫേം ചെയ്തിട്ട് ഒട്ടിക്കാൻ വിചാരിച്ചിട്ടാ. കറക്റ്റ് കിട്ടുന്നത് നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് കിട്ടുന്നുണ്ട് സംഭവം, ഇമേജസ് ഒക്കെ. ഞാൻ എന്തായാലും കഥ കേൾക്കുമ്പോ എനിക്ക് തോന്നണം സ്വന്തം ക്രിയേറ്റിവിറ്റി ആണെന്നേ ഉള്ളൂ. ഓക്കെ കുഴപ്പമില്ല. ഞാൻ അതിനോട് കൊടുത്തു. അപ്പൊ നമ്മുടെ സമ്മറി പറഞ്ഞു. അപ്പോ ഇങ്ങനെയാണോന്ന് ചോദിച്ചിട്ട് ഓരോ സെന്റൻസ് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞു തന്നു. അപ്പോ അതിനുള്ള ഇമേജസ് തരുമെന്ന് ചോദിച്ചപ്പോ കറക്റ്റ് ഇമേജസ് ആയിട്ട് കിട്ടി. അത് അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യട്ടോ മാം. ഓക്കെ.